ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നവംബർ 20th ന്യൂസ് പേപ്പറാണ്. സോ ഇന്ന് 21 ആണെങ്കിലും 21 ന്യൂസ് പേപ്പർ ഈവനിങ്ങിന് ശേഷം അപ്ലോഡ് ചെയ്യാം. സോ 20th പ്രധാനപ്പെട്ട ന്യൂസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ബീങ് ഡൽഹി എഡിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ലാർജർ നാഷണൽ ന്യൂസ് പേപ്പേഴ്സ്. സോ ഇതിൽ വെൻ യു ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇന്നത്തെ മെയിൻ ആയുള്ള ഇലക്ഷൻ ആയതുകൊണ്ട് അതിൽ ചെറിയൊരു നമുക്ക് ഇലക്ഷൻ ന്യൂസുകളല്ലാതെ ഇപ്പോൾ മഹാരാഷ്ട്ര സെറ്റ് ടു വോട്ട് ടുഡേ ഇൻ സിംഗിൾ ഫേസ് ഇങ്ങനത്തെ വാർത്തയൊക്കെ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഇലക്ഷൻ്റെ ടേൺ ഔട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു സീ ദാറ്റ് 65% ഓഫ് ദ പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഇലക്ഷൻ, അല്ലെങ്കിൽ 71% പാർട്ടിസിപ്പേറ്റഡ്. സോ പലപ്പോഴും പല സ്ഥലങ്ങളിലും വോട്ടർ ടേൺ ഔട്ട് കുറയാറുണ്ട്. സോ ഇങ്ങനെ വോട്ടർ ടേൺ ഔട്ട് കുറയുമ്പോൾ നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യത്ത് എപ്പോഴും ഇലക്ഷൻ നടക്കുമ്പോൾ യു ഷുഡ് സീ ഹൗ ദ പീപ്പിൾ ആർ പാർട്ടിസിപ്പേറ്റിംഗ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻ. അപ്പോൾ ഇത് എത്രത്തോളം ഇതുണ്ട് എന്ന് പറയുന്ന അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഡെമോക്രസി ഫംഗ്ഷൻ ചെയ്യുന്ന രീതി. അപ്പോൾ നല്ല ആൾക്കാർ ശരിക്കും ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ ആസ് എ സിവിൽ സർവീസ് ആസ്പിരൻറ്റ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലും കൂടെ ഒരു അനാലിസിസ് ഫോം ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ. പിന്നെ ഓൾറെഡി മണിപ്പൂരിൽ ഇഷ്ടംപോലെ പ്രശ്നം നടക്കുന്നുണ്ട്. മണിപ്പൂരിൽ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരണം, എമർജൻസി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം അവിടുത്തെ ഗവർണൻസ് ഔട്ട് ഓഫ് പ്രപ്പോർഷനാണ്. സോ ഈ അടുത്ത് മണിപ്പൂരിൻ്റെ ചീഫ് മിനിസ്റ്റർ തന്നെ ഭരൺ സിംഗ് തന്നെ ഒരു പ്രോഗ്രാം വിളിച്ചു കൂട്ടിയിട്ട് ആരും വന്നില്ല. അപ്പോൾ അതിന് മിനിസ്റ്റേഴ്സിനെതിരെ MLA മാർക്കെതിരെ ഷോ കോസ് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് പരിപാടി നടത്തിയിട്ട് വരാത്തത് എന്ന് പറയുന്നതിൻ്റെ കാരണം. സോ അതൊരു ഇനി അടുത്ത പരസ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് പേജിലേക്ക് പോവാം. സ്റ്റേറ്റ് പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിയാൽ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി പൊളിറ്റിക്കൽ വാർത്തകൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സ്റ്റാലിൻ്റെ ഒരു വാർത്തയാണ്. ബിക്കോസ് എവറി ടൈം സ്റ്റാലിൻ കംസ് അപ്പ് വിത്ത് എ ന്യൂസ്. ഇപ്രാവശ്യം ഹിന്ദി തന്നെയാണ് പ്രധാന പ്രശ്നം. ബിക്കോസ് തമിഴ്നാട്ടിൽ ഇപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ദ്രാവിഡ ഐഡന്റിറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഡോണ്ട് യു തിങ്ക് തമിഴ്നാട് ഇസ് ഓവർ എംഫസൈസിങ് ദിസ് ദ്രാവിഡ ഐഡന്റിറ്റി. ഇത് തന്നെയാണ് വിജയ് പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞത്. കാരണം എക്സസീവായിട്ട് ഇങ്ങനെ ദ്രാവിഡ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LICയുടെ ഓൺലൈൻ പോർട്ടലുണ്ട്, വെബ്സൈറ്റ്. അതിൽ ചൂസ് എ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഐദർ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇംഗ്ലീഷും ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, ഹിന്ദി അവർക്ക് തീരെ അറിയില്ല. അപ്പോൾ അവരുടെ തമിഴ് ഇതിനകത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാലിൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് തെറ്റാണ്. അപ്പോൾ എല്ലാ ഭാഷയിലും ഇത് കൊണ്ടുവരണം. കാരണം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറും ഒരു ഓർഗനൈസേഷൻ അല്ലല്ലോ. യു ഷുഡ് സി നത്തിങ് ബട്ട് ഇതൊരു കൾച്ചറൽ ലാംഗ്വേജ് ഇമ്പോസിഷൻ ആണെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. So even after selecting English, the issue has caused inconvenience, particularly to non-Hindi speaking users who rely on the website for essential services. അപ്പോൾ ഇത് മൾട്ടി ലാംഗ്വേജിലും കൂടെ വരണം എന്നാണ് ഇവർ പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ല. അപ്പോൾ എന്തായാലും അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം, ഹിന്ദി മാറ്റണം, കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കാൺ ഫൈറ്റ് വോണ്ട് ടു ക്യാരി ഓൺ ട്രേഡ് സേസ് മുസ്ലിം ട്രേഡേഴ്സ് എവിക്റ്റഡ് ഫ്രം ദ MP ഫെയർ. ഇത് വേറൊന്നുമല്ല, മധ്യപ്രദേശിലെ ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. മധ്യപ്രദേശിലെ ദമോയിലൊരു സ്ഥലമാണ്. 10 മുസ്ലിം ട്രേഡേഴ്സിനെ അവരൊരു സ്വദേശി മേള നടത്തി. അവിടെ ഒരു സ്റ്റോൾ, നമ്മൾ സാധാരണ ഫെയറിനൊക്കെ കാണുന്ന സ്റ്റോൾസ് ഇടാറില്ലേ, ഓണത്തിനൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ഇതേപോലത്തെ കുറേ സ്റ്റോളുകളൊക്കെയുള്ള പരിപാടി നടത്തി. പക്ഷേ ഈ പരിപാടി നടത്തിയത് മധ്യപ്രദേശിൽ RSSൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആൾക്കാരാണിത് നടത്തിയത്. അപ്പോൾ ഈ മേളയിൽ, ഇങ്ങനെ സ്വദേശി മേളയിൽ ഒരുപാട് ട്രേഡേഴ്സിനെ കൊണ്ടുവന്നതിൽ ഇതാണ് 10ഓളം മുസ്ലിം ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഈ പറയുന്ന RSSൻ്റെ ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞു വിട്ടെന്ന് മാത്രമല്ല, ഇവിടെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പോയിക്കോളാൻ പറഞ്ഞു. ബിക്കോസ് യു ആർ നോട്ട് സപ്പോസ് ടു ട്രേഡ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ഹിന്ദു മുസ്ലിം, വി ആർ പ്രൊവൈഡിങ് എ പ്ലാറ്റ്ഫോം. ഒരു ക്രാഫ്റ്റ്മാൻ ആയിട്ട് പോലും അവിടെയും മതം ജാതിയൊക്കെ നോക്കിയിട്ട് ആൾക്കാരെ പറഞ്ഞു വിടാന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. സോ ജസ്റ്റ് ഇമാജിൻ ദ ഇമ്പോർട്ടൻറ്റ് ലെസൺ ദാറ്റ് യു ഹാവ് ടു ഡ്രോ ഹിയർ ഇസ്, ഇത്രയും വർഷം കഴിഞ്ഞാലും എത്ര കഴിഞ്ഞാലും നോർത്ത് ഇന്ത്യയിൽ, നമുക്ക് കേരളത്തിൽ ഇങ്ങനത്തെ സെൻറ്റിമെൻറ്റ്സ് വളരെ കുറവാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ബയസുകൾ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഈ പേപ്പറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. സോ ഡ്രോ ദാറ്റ് കൺക്ലൂഷൻ വെരി ക്ലിയർലി. പിന്നെ അടുത്തത് സലിൽ ചൗധരിയെ കുറിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ മലയാളി അല്ലെങ്കിൽ പോലും മലയാളികൾക്ക് ഏറ്റവും നല്ല പാട്ടുകൾ തന്നതാണ് സലിൽ ചൗധരി. അപ്പോൾ ഇതിനകത്ത് വേറെ ഇപ്പോൾ ചെമ്മീൻ സിനിമയിലെ മ്യൂസിക് ഡയറക്ടറാണ് സലിൽ ചൗധരി. ഇതിന് മാത്രമല്ല, ഒരുപാട് പാട്ടുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പൂവിളി പൊന്നോണമായി, അങ്ങനത്തെ പാട്ടുകളൊക്കെ ഇല്ലേ മധുരോത്സവത്തിലെ. അപ്പോൾ ഇത് പറയുന്ന പാട്ടിനെക്കാട്ടും കൂടുതൽ
ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇനി ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ സിവിൽ സർവീസിന്റെ റിസൾട്ട് ഇനിയിപ്പോൾ മെയിൻസിന്റെ റിസൾട്ട് ഉടനെ വരും. സോ ഇന്റർവ്യൂ ശരിക്കും നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ നല്ലോണം പ്രിപ്പയർ ചെയ്യേണ്ട സമയമായി. കാരണം റിസൾട്ട് വന്നിട്ടല്ലാതെ നമുക്ക് ഇപ്പോഴേ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കണം. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഡാഫിൽ നമ്മൾ ഡാഫ് അനാലിസിസ് ചെയ്യുമ്പോൾ പലരും സിംഗിങ് മ്യൂസിക്, ലിസ്ണിംഗ് ടു മ്യൂസിക് എന്നൊക്കെ വെക്കുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സലിൽ ചൗധരിയെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാം. അപ്പം ഇത് ഒരു നാഷണൽ ന്യൂസ്, സ്റ്റേറ്റ് പേജിൽ ന്യൂസ് വന്നുകൊണ്ട് ഇതിന് പറയുന്ന കാര്യതേ ഉള്ളൂ. പണ്ടൊക്കെ ആൾക്കാർ ലിറിക്സ് ആണ് ട്യൂൺ ചെയ്തിരുന്നത്. ഒരു വരി എടുത്തിട്ട് നമ്മൾ അതിനെ ഈണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സലിൽ ചൗധരി 1965 ശേഷം സലിൽ ചൗധരി അന്നത്തെ കാലം തൊട്ടേ മ്യൂസിക് ഉണ്ടാക്കിയിട്ട് മ്യൂസിക്കിനനുസരിച്ചിട്ട് ലിറിക്ക് കുത്തിക്കയറ്റുന്നതാണ്, അല്ലെങ്കിൽ മ്യൂസിക്കിനനുസരിച്ച് ലിറിക് എഴുതി അതിനകത്ത് ഫില്ല് ചെയ്യുന്നതാണ് സലിൽ ചൗധരി കൊണ്ടുവന്ന വലിയൊരു ഫേമസ് ട്രഡീഷനാണ് മലയാളത്തിൽ. അങ്ങനെ കുറേ പാട്ടുകൾ പറയുന്നുണ്ട്, ചെമ്മീൻ ഉൾപ്പെടെ. സോ ഇന്നിപ്പോൾ മൊത്തം അങ്ങനെയാണ് എന്ന് പറയുന്നത്. സോ ഒരു മ്യൂസിക്കൽ ആസ്പെക്റ്റിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിസ്സാരമായി കാണുമൊന്നും വേണ്ട. കാരണം നമ്മളൊരു സിനിമയിൽ നടക്കുന്നതും അല്ലെങ്കിൽ സൊസൈറ്റി ഇതൊക്കെ ന്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ പാട്ടുകൾ നല്ലതാണോ ഇല്ലെന്നൊക്കെ ഇല്ലേ. അപ്പോൾ സിനിമ, മ്യൂസിക്, ലിസ്ണിംഗ് ടു മ്യൂസിക് എന്നൊക്കെ വെക്കാൻ താല്പര്യമുള്ള, ഇന്റർവ്യൂവിന് വെക്കാൻ താല്പര്യമുള്ളവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും നല്ലോണം ചിന്തിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്തത്, പ്രഷർ ടു സ്ക്രാപ്പ് രാജസ്ഥാൻ SI എക്സാം ആഫ്റ്റർ ഹൈക്കോർട്ട് സ്റ്റാറ്റസ് ക്വോ ഓർഡർ. വേറൊന്നുമല്ല, ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പരീക്ഷയുടെ പ്രശ്നമല്ല. ഇപ്പോൾ അവിടെ രാജസ്ഥാനിൽ SIയുടെ ഇലക്ഷനും പ്ലട്ടൂൺ കമാൻഡറിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ടായിരുന്നു. പ്ലട്ടൂൺ കമാൻഡർ. അപ്പോൾ ഈ പ്ലട്ടൂൺ കമാൻഡറിൻ്റെ പരീക്ഷ നടന്നിട്ട് വേറൊന്നുമല്ല, ഈ RPSC രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഇതിനകത്തുള്ള കുറേ ഓഫീസേഴ്സും കുറേ പോലീസിലുള്ള ആൾക്കാരും കൂടെ ചേർന്നിട്ട് ഈ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തു. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ തൽക്കാലം കോൺട്രവേഴ്സി വന്ന് ഈ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കണം എന്നാണ് പറയുന്നത്. ക്യാൻസലേഷൻ ആണ് പറയുന്നത്. റെക്കമെൻഡേഷൻ ഇസ് ക്യാൻസലേഷൻ. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു വലിയൊരു ചലഞ്ചാണ്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഈ ഇന്ത്യയിൽ നടക്കുന്ന എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയാണെങ്കിൽ എന്ത് ട്രാൻസ്പാരൻസി ആണുള്ളതെന്നും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. അപ്പോൾ രാജസ്ഥാൻ്റെ പേപ്പറാണ് ചോർന്നിരിക്കുന്നത്. പിന്നെ അടുത്തത്, നമുക്ക് ഏറ്റവും സിവിൽ സർവീസിന് ആവശ്യമുള്ളത് മാവോയിസത്തിൻ്റെ ഇഷ്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടകയിലുള്ള ഒരു മാവോയിസ്റ്റ് നേതാവാണ് ഫ്രം കർണാടക, വിക്രം ഗൗഡ എന്ന് പറഞ്ഞ്, ഏകദേശം 44 വയസ്സുണ്ട്. ഹി വാസ് വെരി ഇൻസ്ട്രുമെൻ്റൽ ഇൻ ക്യാരിങ് അലോട്ട് ഓഫ്, പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് പോലീസാണ് അവിടുത്തെ മാവോയിസ്റ്റിനെ. ഹി വാസ് കിൽഡ് ആക്ച്വലി. ദ ഗ്രൂപ്പ് ഓഫ് അറൌണ്ട് 8 മാവോയിസ്റ്റ് ആർ മൂവ് ബാക്ക് ടു കർണാടക ഏർലിയർ ദിസ് ഇയർ. വയനാട്, കണ്ണൂർ ബെൽറ്റ്. അപ്പോൾ ഈ ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് മാവോയിസ്റ്റുകളെ കൊല്ലുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇത്രയും ഇൻറ്റൻസിറ്റി ഓഫ് വാർത്ത ന്യൂസിൽ വരുന്നത് വളരെ കുറവാണ്. പണ്ടൊരു സമയത്ത് there was a news when every day we used to have a Maoist encounter. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. One second, let me open the yes, I am assuming this is Rupa Maudgil. അവിടുത്തെ ഫേമസ് IPS ഓഫീസറാണ്, ADGP എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, രൂപ മൗഡ്ഗിൽ. ഷീസ് എ വെരി പോപ്പുലർ പേഴ്സണാലിറ്റി ഇത്, കർണാടക കേഡറിലെ IPS ഓഫീസറാണ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത്തരം മാവോയിസ്റ്റുകൾ അറ്റാക്ക് വരുമ്പോൾ ഈ മാവോയിസം, യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട്, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് മാവോയിസം, എന്താണ് നക്സലിസം. നമ്മുടെ GS പേപ്പർ 3നും ഇമ്പോർട്ടൻ്റ് ആണ്. ദ മെയിൻസ് പെർസ്പെക്റ്റീവിൽ യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ ഐഡിയ അബൌട്ട് എന്താണ് നക്സലിസം, എന്താണ് മാവോയിസം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തിനാണ് അവർ റിവോൾട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പല അറ്റാക്ക് നടന്നിട്ട് ഇതിൻ്റെ ഒരു ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എ റെഡ് കോറിഡോർ. ആ ഏരിയ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ, ആ ഭാഗമൊക്കെയാണ് നമ്മൾ കൂടുതലും പറയുന്നത്. സോ വെൻ യു ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്, ഇന്ത്യയുടെ ഒരു ഈസ്റ്റേൺ പാർട്സ് തൊട്ടാണ്, ഈവൻ സ്റ്റാർട്ടിങ് ഫ്രം ആന്ധ്രാപ്രദേശ്, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കോറിഡോർ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീസ, ഈ ഭാഗങ്ങളിലാണ് നക്സൽ ബെൽറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സോ ഇതിൻ്റെ റീജിയൻ മാത്രമല്ല, യു ഷുഡ് ഹാവ് ഈക്വലി ഗുഡ് ഐഡിയ അബൌട്ട്, ഇവിടെ മാത്രമല്ല, ടേക്ക് എൻ ഐഡിയ, നമ്മുടെ നാട്ടിൽ വയനാടും ഓൾസോ ഹാസ് എ ലോട്ട് ഓഫ് എക്സാമ്പിൾ ഓഫ് മാവോയിസ്റ്റ് പ്രസൻസ്. വയനാട്, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കർണാടകയിലെ കാടുകളിൽ നിന്നും അങ്ങനെ പോകുന്നത്. സോ ഈ ഏരിയ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ മാവോയിസ്റ്റ് അറ്റാക്ക് നടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പ്രെഡ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ കോമൺ ഫാക്ടറാണ്. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, ഹൈക്കോർട്ട് ക്ലിയേഴ്സ് ഡെക്സ് ഫോർ ഗ്രാന്റ് ഓഫ് സംഗീത കലാനിധി അവാർഡ് ടു TM കൃഷ്ണ ബട്ട് വിത്ത് എ റൈഡർ. സോ വാട്ട് യു മീൻ ബൈ റൈഡർ? റൈഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ്റെ കൂടെയാണ് വരുന്നത്. സോ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്കറിയാം, TM കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി അവാർഡ് കൊടുത്തിരുന്നു. അത് MS സുബ്ബലക്ഷ്മിയുടെ പേരിലുള്ള ഒരു അവാർഡായിട്ട് കൊടുത്തപ്പോൾ ഇദ്ദേഹം ബ്രാഹ്മണല്ല എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് അവാർഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറയുന്ന കാരണം
ഇത് വേറൊന്നുമല്ല, ഇതങ്ങനെ ബ്രാഹ്മൺ ആവേണ്ട അങ്ങനത്തെ കാര്യമൊന്നുമല്ല. ഈ ഓർഡർ ദ മിറർ അവാർഡ് നെയിംഡ് ആഫ്റ്റർ MS സുബ്ബലക്ഷ്മിക്ക് വേണ്ടിയാണ് കൊടുത്തിരുന്നെങ്കിൽ പോലും MS സുബ്ബലക്ഷ്മി ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട് 1997. അതായത് ഒരു ട്രസ്റ്റിനും ഫൗണ്ടേഷനും മെമ്മോറിയലിനും സ്റ്റാറ്റ്യൂട്ടിനും എൻ്റെ പേരിലോ ഒരു അവാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് 97 ഓൾറെഡി ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും TM കൃഷ്ണയ്ക്ക് അവാർഡ് കൊടുക്കാം, പക്ഷെ എന്തായാലും MS സുബ്ബലക്ഷ്മി അവാർഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ വാർത്ത. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റിനെ എക്സ്പെൽ ചെയ്തു, NTA ഗ്രാഫിറ്റി ഉണ്ടാക്കിയത്. എന്താണ് ഈ ഗ്രാഫിറ്റി? ഒരു പടം വരച്ചതിനാണ്. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ചിട്ടാണ് ഇവിടെ പടം വരച്ചിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ നടന്ന ഇറഗുലാരിറ്റിയെ കുറിച്ചിട്ട് അവരൊരു കാർട്ടൂൺ, ഒരു ഗ്രാഫിറ്റി പോലെ വരച്ചതുകൊണ്ട് 6 മാസത്തേക്ക് കോളേജിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് കളഞ്ഞു. സോ ഞാൻ നമ്മൾ രാജസ്ഥാൻ എക്സാം ലീക്ക് ചെയ്ത കാര്യം പറഞ്ഞു, ഇവിടെ ഓൾറെഡി NTAയുടെ എക്സാംസ് ലീക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ ഇന്ത്യയിൽ എക്സാം നടത്തുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ട്രാൻസ്പാരൻ്റ് ആയിട്ട് എക്സാം നടത്തണം എന്നുള്ളതും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അപ്പോൾ അതും നമുക്കിവിടെ ഓർത്ത് വയ്ക്കാം. പിന്നെ അടുത്തത് നമുക്ക് തോന്നുന്നു എനിക്കിനി അടുത്ത റീജിയണൽ പേജിൽ പരസ്യമായിരിക്കും. അടുത്ത പരസ്യം കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് എഡിറ്റോറിയൽ പേജാണ്. സോ വീൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ഇമ്പോർട്ടൻറ്റ് എഡിറ്റോറിയൽ. ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് എഡിറ്റോറിയൽ, പ്രിസന്റ് ടാഗ്. ഞാൻ ഇന്നത്തെ ന്യൂസിൽ നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. എന്താണ് പ്രിസന്റ് ടാഗ്? 2-3 ഇതിൻ്റെ ബേസിക് സ്റ്റോറി മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയിലുള്ള മേജർ ആയിട്ടുള്ള പ്രിസൻസ്, അതിൽ ഏകദേശം നമുക്കറിയാം 5 ലക്ഷത്തോളം ആൾക്കാരെ, 4 ലക്ഷത്തോളം ആൾക്കാരെ കൊള്ളിക്കാൻ, 4.3 സംതിങ് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരെ കൊള്ളിക്കാൻ പറ്റുന്നതിൽ ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരെ ഇന്ത്യൻ ജയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ജയിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. 131% ഓക്യുപ്പൻസി റേറ്റ് ഹൈ ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. സോ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ദ മോഡൽ പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് 2023. മോഡൽ പ്രിസൻസ് ആക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജയിലുകളെല്ലാം കണ്ടിന്യൂസ്ലി നമുക്ക് ഡീകൺജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് ഈ ജയിലുകൾ ഡീകൺജസ്റ്റ് ചെയ്യണം എന്നാണ്? ഇത്രയും ആൾക്കാർ ഇതിൽ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഈ 5 ലക്ഷം ആൾക്കാർ ജയിലിൽ കിടക്കുന്നതിൽ ഏകദേശം 4 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ അണ്ടർ ട്രയൽ ആണെന്ന് പറയുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവരാരും വിധി കാത്ത് കിടക്കുന്നവരാണ്, വിധി വന്നിട്ടില്ല ഇവരുടെ. സോ ദേ ആർ സ്റ്റിൽ അണ്ടർ ട്രയൽ പീപ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെ വീട്ടിലേക്ക് വിട്ടൂടെ? അല്ലെങ്കിൽ ഇവരെന്തിനാ ഈ ജയിലിൽ ഇട്ടിരിക്കുന്നത്? ഇവർക്ക് വിധിയും പ്രഖ്യാപിക്കുന്നില്ല, ഇവർക്കെതിരെ ഒന്നും കൊണ്ടുവരുന്നുമില്ല, ഇവരിങ്ങനെ വെറുതെ ജയിലിൽ കിടക്കുക കുറ്റാരോപിതനായിട്ട്. സോ ദാറ്റ് ഇസ് എ വയലേഷൻ ഓഫ് ജസ്റ്റിസ്. സോ മോഡൽ പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് ഒക്കെ ഇവർ അനുസരിച്ച് ആലോചിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. എന്തുകൊണ്ട് കാലിലും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇലക്ട്രോണിക് ടാഗ്, നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രോണിക് ടാഗ്, ഒരാളുടെ കാലുണ്ടെങ്കിൽ അയാളുടെ കാലിൻ്റെ ഇവിടെ നമുക്കൊരു ടാഗ് പോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി GPS ലൊക്കേഷൻ എല്ലാം ടാഗ് ആയിരിക്കും. കയ്യിലോ കാലിലോ ട്രാക്കർ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ട്രാക്കർ വെച്ച് കൊടുത്തിട്ട് ഇവരെ വീട്ടിൽ വിട്ടാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് ഇവരെ ജയിലിൽ പിടിച്ചിടുന്നതെന്നില്ലേ? അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രൈവസിയെക്കുറിച്ച് ചോദ്യമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ട്രാക്കിംഗ് വെച്ച് കൊടുത്താൽ അവരുടെ ഗൂഗിൾ ലൊക്കേഷനൊക്കെ ഓരോ സെക്കൻഡും, ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ ദിവസവും ഒക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത ആൾക്കാർ പറയുന്നുണ്ട് ഇത് മിസ്യൂസ് ചെയ്തിട്ട് ഇവർ എവിടെന്നെങ്കിലും ഓടിപ്പോയാലോ എന്നൊക്കെ ഇല്ലേ. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, ഇത്രയും ട്രാക്കർ വെച്ച് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ് ഡിവൈസ് വേണ്ടേ? പിന്നെ പ്രൈവസി വേണ്ടേ എന്നല്ലേ. അപ്പോൾ അടുത്ത ചോദ്യമുണ്ട്, ഒരു ജയിലിൽ കിടന്ന് ഇങ്ങനെ റോട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതല്ലേ പ്രൈവസി ഇച്ചിരി പോയാലും വീട്ടിൽ പോയിരിക്കുന്നതല്ലേ? സോ ഇത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ ഫോർ ദാറ്റ്. അടുത്ത പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് റെസ്പോൺസ് ആണ്. ഡൽഹിയിലെ പൊല്യൂഷനെ കുറിച്ച് തന്നെയാണ്. സോ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഭയങ്കര പ്രശ്നമാണ്. നമുക്കറിയാം എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. എന്താണ് AQI? അത് പല ലെവലിലാണ്. 150 തൊട്ട് 100, 150, 200, 250, 300, 350, 300 ഒക്കെ മുകളിൽ വരുമ്പോൾ ഹസാർഡസ് കാറ്റഗറിയിലേക്ക് നമുക്കത് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകും. ഡൽഹി കണ്ടില്ലേ, ഓൾമോസ്റ്റ് 488 ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. പത്തറ്റിക് ആണ്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നും അറിയില്ല. അപ്പോൾ അതിങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് വാട്ട് ഇസ് CAQM. എന്താണ് CAQM എന്ന് പറയുന്നുണ്ട്? യു ഷുഡ് ബി നോയിങ് ദിസ്. ഈ CAQM എന്ന് പറയുന്നത് ഒരു ബോഡിയാണ്, ആക്ച്വലി വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ്. CAQM എന്നുള്ളത് ഒരു ബോഡിയാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും കൂടാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്ട്രാ പറയുകയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും കൂടാണ്. 2019 വരുന്നത് തോന്നുന്നു. ഇറ്റ്സ് ആക്ച്വലി കമ്മിങ് ഇൻ 2019 ഇത്. സോറി 2019 അല്ലല്ലോ, 2021 സോറി 2021 CAQM വളരെ പോപ്പുലർ ആയിട്ട് വരുന്നത്. ഇത് ഡൽഹിയിലത്തെ എയർ പൊല്യൂഷൻ ഏകദേശം പറയുകയാണെങ്കിൽ NCR, ഡൽഹി നാഷണൽ ക്യാപിറ്റൽ, NCRും അഡ്ജോയിനിങ് ഏരിയാസ് എന്നാണ് പറയുന്നത്. അഡ്ജോയിനിങ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, ഡൽഹി
ഡൽഹി ഉണ്ട്, അതേപോലെ പഞ്ചാബ് ഉണ്ട്. ഡൽഹി, പഞ്ചാബ്, രാജസ്ഥാൻ, UP, ഇതൊക്കെ ഈ അഡ്ജോയിനിങ് ഏരിയാസിലൊക്കെ എന്താണ് പൊല്യൂഷൻ ലെവൽ എത്രത്തോളം നടക്കുന്നുണ്ട്. ഈ CAQM തന്നെയാണ് ഇപ്പോൾ എക്സ്ട്രാ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് CAQM. ഈ CAQM തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇവർ തന്നെയാണ് ഗ്രാപ്പ് ഇറക്കുന്നത്. ഗ്രാപ്പ്, ക്ലൈമറ്റ് ചേഞ്ച് പൊല്യൂഷനെതിരെ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഗ്രാപ്പും ഇവർ തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നതും CAQM തന്നെയാണ്. അപ്പോൾ ഡൽഹിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വളരെയധികം കൺസേൺഡ് ആയിരിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് കഥ മാത്രം പറഞ്ഞു പോവാം. 1000 days ഓഫ് യുക്രൈനിയൻ റെസിലിയൻസ് എന്ന് പറയുമ്പോൾ ഇത് ആരാണ് എഴുതിയിരിക്കുന്നതും കൂടെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ അംബാസിഡർ ഓഫ് യുക്രൈൻ ഇൻ ഇന്ത്യ. ഒലക്സാണ്ടർ പൊളിസ്റ്റോക്ക് എന്ന് പറയുന്ന ഈസ് ആൻ അംബാസിഡർ ഓഫ് യുക്രൈൻ ടു ഇന്ത്യ. യുക്രൈനിലെ ഇന്ത്യൻ അംബാസിഡർ ആണ്, ഇന്ത്യയിലേക്കുള്ള യുക്രൈൻ്റെ അംബാസിഡർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് 1000 ദിവസം കഴിഞ്ഞാലും ഇറ്റ് വാസ് നോട്ട് ഈസി. ഓൾറെഡി നമുക്കറിയാം ഇതിന് ഇക്വേഷൻ എങ്ങനെയാണ്. റഷ്യ ഇപ്പോഴത്തെ സൈഡിൽ യുക്രൈൻ വാർ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ യുക്രൈൻ വാർ നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, 1000 ദിവസം യുക്രൈൻ വാർ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്രയും അറ്റാക്ക് റഷ്യ യുക്രൈനിൽ ചെയ്തിട്ടും യുക്രൈൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഇത് പറയുന്നത് ഈ ചെറുത്ത് നിൽപ്പെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. സോ ദ ഹോൾ ഓഫ് ദ ക്രെഡിറ്റ് ഷുഡ് ആക്ച്വലി ഗോ ടു ദ പീപ്പിൾ ഓഫ് യുക്രൈൻ. ഇറ്റ് ഷുഡ് ഗോ ടു ദ കോമൺ പീപ്പിൾ ഓഫ് യുക്രൈൻ. അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ധൈര്യം, അല്ലെങ്കിൽ എന്തോരം സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്തു, നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. എന്നാലും അവിടുത്തെ ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ട് റഷ്യൻ ഇൻവേഷനെ കൊണ്ട് എതിരെ നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, യുക്രൈന് കിട്ടുന്ന ഗ്രാൻഡ് ഫണ്ട് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ അവരെ നാറ്റോയിൽ എടുത്തില്ലെങ്കിലും എല്ലാവരും ഫണ്ടും മെഷീൻസും ഗൺസും ആംസും അമ്യൂണിഷൻസ് ആയിട്ട് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ ഇവരെ ഫണ്ട് കൊണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ റഷ്യയുടെ അവസ്ഥ പറയുന്നുണ്ട്, ഇത്രയും ഈ 21st സെഞ്ച്വറിയിൽ ഇത്രയും UN ഒക്കെ ഉള്ള സിറ്റുവേഷനിലും റഷ്യ പോലത്തെ രാജ്യം ഉക്രൈനെ അറ്റാക്ക് ചെയ്യുന്നു പറയുമ്പോൾ റഷ്യക്ക് നാണമില്ല എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ടും റഷ്യനെ ലോകത്തുള്ള എല്ലാവരും സാങ്ഷൻസും അങ്ങനെ പല രീതിയിലും റഷ്യനെ ഒറ്റപ്പെടുത്തിയിട്ടും റഷ്യ ഇപ്പോഴും ഈ സ്റ്റാൻഡ് തുടരുകയാണ്. അവിടെയാണ് ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ റഷ്യക്ക് പകരം ഇന്ത്യയാണ് വാർ ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാണ്. ഇമാജിൻ ദാറ്റ് റഷ്യക്ക് പകരം ഇന്ത്യ ഇൻവോൾവ് ഇൻ ദസ്, ഇന്ത്യക്കെതിരെ ഇത്രയും സാങ്ഷൻസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ പോലത്തെ എല്ലാ ട്രേഡും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയിരുന്നു. ഇന്ത്യ എപ്പോഴും വാർ നിർത്തുമായിരുന്നു ആക്ച്വലി. കാരണം നമ്മുടെ എക്കണോമി ബാക്കിയുള്ള സോഴ്സസ് എല്ലാം കട്ട് ഓഫ് ആകുമ്പോഴും നമ്മൾ യുദ്ധം ചെയ്ത് നിൽക്കില്ല. പക്ഷെ റഷ്യ അത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ട് ഇനി ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രേഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റഷ്യ ഭയങ്കര പവർഫുൾ ആണ്. റഷ്യയുടെ കയ്യിൽ ഓയിലും പെട്രോളും ഉണ്ട്. സോ അതുകൊണ്ടൊക്കെ റഷ്യ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതാണ് ഈ ആർട്ടിക്കിളിലെ പ്രധാനപ്പെട്ട ഒരു നാരേറ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ എന്ന് പറയുന്നത്, കോളം എന്ന് പറയുന്നത്, എ കമ്മ്യൂണിറ്റി ഓൺ ദ മാർജിൻസ് ഇറ്റ്സ് ഹിഡൻ സ്കാർസ്. ഇത് വേറൊന്നുമല്ല, നെറ്റ്ഫ്ലിക്സിൽ സഞ്ജയ് ലീല ബൻസാലിയുടെ ഹീരാമണ്ഡി സിനിമ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെറ്റ്ഫ്ലിക്സിലെ സീരീസാണ് ഹീരാമണ്ഡി. അതിനകത്ത് കൊട്ടീസിൻസ്, ഈ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഇന്ത്യയിലുള്ള സെക്സ് വർക്കേഴ്സിനെ കുറിച്ചിട്ടാണ് അതിനകത്ത് പറയുന്നത്. ആ സിനിമയ്ക്കകത്ത് അത് തന്നെയാണ് പറയുന്നത്. ഇൻഡിപെൻഡൻസിന് മുന്നേ ഉള്ള സെക്സ് വർക്കേഴ്സിന്റെ കംപ്ലീറ്റ് ഒരു നാരറ്റീവാണ് തരുന്നത്. അപ്പോൾ ഈ ലാർജർ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, കോൾഡ് ആങ്സൈറ്റി, ഡിപ്രഷൻ ആൻഡ് PTSD. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആങ്സൈറ്റി, ഇത് മൊത്തം കഥ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേപോലെ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമുക്ക് എന്തെങ്കിലും ഒരു ട്രോമയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് PTSD ഉണ്ടാവും. പിന്നെ വണ്ടി കാണുമ്പോൾ നമുക്ക് ടെൻഷൻ വരും എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ ഇപ്പോഴും സെക്സ് വർക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന അവർക്ക് സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്, വയലൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും സെക്സ് വർക്കേഴ്സ് ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട്. ഇവരുടെ ജീവിതം ഇപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ആകെ ഇവർക്ക് വേണ്ടി എടുത്ത വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സെക്സ് വർക്കേഴ്സ് ഇന്ത്യയിൽ ഉണ്ടെന്ന് വിചാരിച്ചു. ഇത്രയും സെക്സ് വർക്കേഴ്സിനെതിരെ ഇത്രയും വർഷത്തെ ക്രൂസൈഡും അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ആക്ടിവിസത്തിന് ശേഷം ഇപ്പോൾ ഇവരെല്ലാം എടുക്കുന്ന പ്രധാന തീരുമാനം HIV അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസീസ് പടരാതെ നോക്കാം, HIV സ്പ്രെഡ് ഇല്ലാതെ നോക്കാം എന്നുള്ളതാണ് ഇവർക്ക് വേണ്ടി ചെയ്യുന്ന ആകെയുള്ള ഒരു ആക്ടിവിസം എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്രയും വിമൻ സെക്സ് വർക്കിൽ ഏർപ്പെടുമ്പോൾ ഇവരുടെ ആങ്സൈറ്റി, ഇവരുടെ ഡിപ്രഷൻ, PTSD അല്ലെങ്കിൽ ഇവരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ആരും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഈ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും ഇതിനെ കുറിച്ചിട്ടൊന്നും നോബഡി ഈസ് കെയർഡ്, നോബഡി ഈസ് ഈവൻ കൺസേൺ. അപ്പോൾ ഈ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സൈക്കോളജിക്കൽ സപ്പോർട്ടും മെന്റൽ ഹെൽത്ത് സർവീസും വളരെ ലിമിറ്റഡ് ആണ്. കണ്ടോ, ഇറ്റ്സ് വെരി ലിമിറ്റഡ്.
ഇത് എല്ലാവർക്കും നല്ലോണം കൊടുക്കണം എന്ന് പറയുന്നതാണ് ഇതിലത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം പറയുന്നത്. ഇതാണ് ഇത്രയും ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റണം. അല്ല മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ സെക്സ് വർക്കേഴ്സിന് ആ ഇതൊരു കണ്ടീഷനിങ് ആണ്, അതും കൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത CBA എന്നാണ്, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ്. എന്താണ് ഈ കാർബൺ ബോർഡർ ഈ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം? സോ ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. കാരണം അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് CBAM, കാർബൺ ബോർഡർ മെക്കാനിസം അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇത് ആർബിട്രറി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ആർബിട്രറിനെക്കാട്ടും കൂടുതൽ എന്താണ് ഈ സംഭവം, എന്തിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം. സോ ഹാവ് എൻ ഐഡിയ, ഐ എക്സ്പ്ലെയിൻ. ഞാൻ ഇതിൻ്റെ കഥ പറഞ്ഞുതരാം പെട്ടെന്ന്. യൂറോപ്യൻ യൂണിയൻ CBAM നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു. EUDR, ഡിഫോറസ്റ്റേഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇതിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, യൂറോപ്യൻ യൂണിയൻ അത്യാവശ്യം നന്നായി പൊല്യൂട്ട് ചെയ്യുന്ന കൺട്രിയാണ്, അല്ലെങ്കിൽ ഒരു മൊത്തം രാജ്യങ്ങൾ പൊല്യൂഷൻ ഹൈ ആണ്. അപ്പോൾ ഇവിടെ യൂറോപ്യൻ യൂണിയൻ ആണെന്ന് വിചാരിക്കുക, ഇവിടെ ആണ് അതിൻ്റെ മാർക്കറ്റും അതിൻ്റെ ഒരു ബോർഡർ എന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ത്യയിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ ആസ് യൂഷ്വൽ നമുക്ക് ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലേക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്നത് സിമെന്റ് ഉണ്ട്, അയൺ, സ്റ്റീൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. നമ്മൾ മെഷീനറി കാര്യങ്ങൾ, ഇൻഡസ്ട്രിയിലേക്കുള്ള കാര്യങ്ങളാണ് അയൺ, സ്റ്റീൽ, മെഷീനറി, സിമെന്റ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ നിന്നും നമ്മളിതൊക്കെ യൂറോപ്യൻ യൂണിയനിലേക്ക് ട്രേഡ് നടത്തുന്നുണ്ട്. അപ്പോൾ അവരിവിടെ ഈ EUDRും ഡിഫോറസ്റ്റേഷൻ റിഡക്ഷനും അല്ലെങ്കിൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഒക്കെ കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നത് എത്രയാണ്? ഉദാഹരണത്തിന് ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് വളരെ ഇത് മൊത്തം ഈ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കി, ഇറ്റ്സ് വെരി ഗുഡ്. നമ്മൾ ഇവിടെ നിന്ന് സിമെന്റിന്റെ ഒരു പാക്ക് അല്ലെങ്കിൽ 100 ടൺ സിമെന്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി അയക്കാം. ഇതിവിടെ ബോർഡറിൽ വരുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ചോദിക്കുകയാണ്, ഈ സിമെന്റ് നമുക്ക് ഇതിന്റെ ക്രോസ് സെക്ഷൻ കാണാം, ഇവിടെ ഒരു സിമെന്റ് വരികയാണ്, സിമെന്റിന്റെ പാക്കറ്റ്സ് ഒരു ടൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു സിമെന്റിന്റെ പാക്കറ്റ് അല്ലെങ്കിൽ വലിയ പെട്ടി ഇവിടെ എത്തുമ്പോൾ അവർ പറയുകയാണ്, ഇതിന് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് CBAM ഉണ്ട്, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസവും അതേപോലെ തന്നെ EUDR ഡിഫോറസ്റ്റേഷൻ റിഡക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്, കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പേപ്പർ ഉണ്ടോ, 2-3 പേപ്പേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഈ സർട്ടിഫിക്കറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ സർട്ടിഫിക്കറ്റിൽ പറയണം, ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ, 1 ടൺ സിമെന്റ് ആണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത്. ഈ 1 ടൺ സിമെന്റ് ഞങ്ങൾക്ക് തരുമ്പോൾ ഈ 1 ടൺ സിമെന്റ് ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര കാർബൺ എമിറ്റ് ചെയ്തു ആകാശത്തേക്ക്? അത് വലിയൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ അപ്പോൾ തോന്നിയ പോലെ ഇൻഡസ്ട്രി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എത്ര ശതമാനം കാർബൺ നമ്മൾ എമിറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറവാണ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, നിങ്ങൾ 1 ടണ്ണിന്റെ ചാക്ക് ഞങ്ങൾക്ക് തരാണ്, ഒരു പാക്കറ്റ് തരികയാണ്, ഒരു കാർട്ട് തരികയാണ്. ഇതുണ്ടാക്കാൻ നിങ്ങൾ എത്ര കാർബൺ എമിറ്റ് ചെയ്തു എന്ന് തെളിയിക്കുന്ന ഒരു രേഖയോ ഒരു ഡോക്യുമെന്റോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളിത് വെരിഫൈ ചെയ്തിട്ടാണ് ഇനി യൂറോപ്യൻ യൂണിയനിൽ ഇത് സെയിൽ നടത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഇത് തന്നെയാണ് EUDRും ഡിഫോറസ്റ്റേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ ഡിഫോറസ്റ്റേറ്റഡ് ലാൻഡ് എന്ന് വരുന്ന പ്രൊഡക്റ്റുകൾ ഇവിടെ ഇറക്കണ്ട. അപ്പോൾ ഡിഫോറസ്റ്റേറ്റഡ് ലാൻഡ് എന്നല്ല ഇത് വരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകെ ഇപ്പോൾ കാര്യം ചെയ്യുന്നത് ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി തുടങ്ങാൻ പോകുന്നില്ല. January 1, 2021 ഒരു എക്സ്റ്റെൻഡ് ചെയ്തവര്. അപ്പൊ ഇനി മുതൽ നമുക്കിനി രാജ്യത്തിൽ ഇത്രയും വലിയ എക്സ്പോർട്ടൊക്കെ നടത്തണമെങ്കിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റും എത്ര കാർബൺ എമിറ്റ് ചെയ്തു, ഇനി കൂടുതൽ എമിറ്റ് ചെയ്താൽ കൂടുതൽ പ്രൈസോ ടാക്സോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ, അതൊക്കെ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. സോ ഇത് കാർബൺ എമിഷൻ ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കഥ മൊത്തം ഇത്രയേ ഉള്ളൂ. ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. പിന്നെ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഭയങ്കര റിഡക്ഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഭയങ്കര റിഡക്ഷൻ ചെയ്യുന്നുണ്ട്. അവർ ഏതാണ്ട് 90 തൊട്ട് 2020 വരെ ഏതാണ്ട് 20% റിഡക്ഷൻ വരുത്തിയിട്ടുണ്ട് അവർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ. ഇനി 2030 ആകുമ്പോൾ ഇതിൽ പറയുന്നുണ്ട് 2030 ആകുമ്പോഴേക്കും ഏകദേശം 55% റിഡക്ഷൻ കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്, ഇതെല്ലാം യൂറോപ്യൻ ഗ്രീൻ ഡീൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ ഗ്രീൻ ഡീൽ 2019 വന്ന യൂറോപ്യൻ ഗ്രീൻ ഡീൽ എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി NDC എന്താണെന്ന് അറിയാലോ, നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി നമ്മൾ എന്താണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ NDC. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് NDC എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ ആയിരുന്നു, അതാണ് ഇത് ഡിസ്കസ് ചെയ്തത്. മൂവിംഗ് ഓൺ ടു ദ നാഷണൽ ന്യൂസ്. പ്രധാനപ്പെട്ട G20 സമ്മിറ്റിൽ ഇന്ത്യയും ചൈനയും റെസംഷൻ ഓഫ് ഫ്ലൈറ്റ്സും വിസയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ G20 അടുത്ത പ്രധാനപ്പെട്ട കാര്യം, അടുത്ത G20 നടന്നുകൊണ്ടിരിക്കുകയാണ്. റയോ ഡി ജനീറോ ബ്രസീലാണ് ഇത് നടക്കുന്നത്.
അപ്പോൾ ഈ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗം G20 ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചൈനയായിട്ട് കാണുന്നുണ്ട്. ചൈനയായിട്ട് നല്ല ബന്ധം നമ്മൾ കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ ഡെംചോക്കും ഡെപ്സാങ്ങിലൊക്കെ നമ്മൾ ഡിസ്എൻഗേജ്മെൻറ്റും അതേപോലെ ഡി എസ്കലേഷനൊക്കെ നടത്തി ബോർഡർ ഇഷ്യൂ പെട്രോളിംഗ് ഒക്കെ നല്ല പീസ്ഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ. ഇത് മാത്രമല്ല ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം 2020 ഗാൽവാൻ ക്ലാഷിനൊക്കെ ശേഷവും കോവിഡിന് ശേഷമൊക്കെ നമ്മൾ ചൈനയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കണക്റ്റിംഗ് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പോലെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒക്കെ വേണ്ടേ എന്ന് അത് ഉടനെ തുടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ വിസ കുറച്ചും കൂടെ പെട്ടെന്ന് ചൈനയിലേക്ക് ഇന്ത്യക്കാർക്ക് കൊടുക്കണം. ഇവിടെയാണ് നമ്മുടെ ഹിന്ദുസിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, കൈലാസ് യാത്ര. ശിവ അവിടെ ഉണ്ടെന്നാണല്ലോ വിശ്വാസം, പ്രാർത്ഥനയും. സോ കൈലാസ് യാത്ര അല്ലെങ്കിൽ കൈലാസ് മാൻസരോവർ യാത്ര, കൈലാസ് മൗണ്ടൻ്റെ അവിടെ കൂടെ ഒക്കെ പോകാൻ ഇവിടെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ റീജിയൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും ഇത് ടിബറ്റൻ റീജിയനിലാണ്. ടിബറ്റ് ഓട്ടോണോമസ് റീജിയൻ ആണ്. ഇറ്റ്സ് കോൾഡ് ടിബറ്റ് ഓട്ടോണോമസ് റീജിയൻ, ടാർ എന്നാണ് വിളിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ടിബറ്റ് ഓട്ടോണോമസ് റീജിയൻ അല്ലെങ്കിൽ ടാർ എന്നാണ് വിളിക്കുന്നത്. ഇത് ചൈനയുടെ കൺട്രോളാണ് 1950s തൊട്ട് തന്നെ. അപ്പം ഇവിടേക്ക് പോകാൻ ഇന്ത്യക്കാർക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുന്നില്ല. നമ്മൾ സിഖുകാർ പാകിസ്ഥാനിൽ പോകുന്ന പോലെ കർത്താർപൂർ സാഹിബിൽ പോകുന്ന പോലെയാണ് കൈലാസ് മാൻസരോവർ. ആ ഏരിയയൊക്കെ ടിബറ്റിൻ്റെ റീജിയനിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഫെസിലിറ്റിയും കൂടെ തുടങ്ങണം എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇന്ത്യയും ചൈനയും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നതിന് പ്രധാന കാര്യം, റിമെമ്പർ ദിസ് ഇസ് ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ആൻഡ് G20. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബ്രിക്സ് ആണെങ്കിലും SCO ആണെങ്കിലും G20 ആണെങ്കിലും ഇതിൽ രണ്ടിലും ഇന്ത്യയും ചൈനയുണ്ട്. ഇതിൽ രണ്ടുപേരും നല്ല രീതിയിൽ കൺസ്ട്രക്റ്റീവ് ഡിസ്കഷൻ നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വാർത്ത. പുടിൻ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വ്ളാഡിമിർ പുടിൻ. അത് എക്സാക്ട് ഡേറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല. ഉടനെ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം പൊളിറ്റിക്കൽ വാർത്തകൾ. കോൺഗ്രസ് ചീഫ് സീക്സ് പ്രസിഡന്റ് മുർമുസ് ഇന്റർവെൻഷൻ ഇൻ വയലൻസ് എഫക്റ്റഡ് പ്രോ പാനൽ മണിപ്പൂർ കോൺഫ്ലിക്ട് കളക്ട്സ് എവിഡൻസ് ഡൗട്ട് ഓവർ പബ്ലിക് ഹിയറിംഗ്സ്. ഈ രണ്ട് ആർട്ടിക്കിളും മണിപ്പൂരിന്റെ ഇഷ്യൂവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺഗ്രസ് ചീഫ് പറയുന്നുണ്ട് മോഡി ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രസിഡന്റെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മണിപ്പൂരിലെ പ്രശ്നം ഇവിടെ മണിപ്പൂരിന് വേണ്ടിയുള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. യു വിൽ നോട്ട് ബിലീവ്, ഇതിനകത്ത് പറയുന്നുണ്ട് എത്രയോ കളക്ഷൻ, പെൻ ഡ്രൈവ്സ്, ഫോട്ടോഗ്രാഫ്സ്, അതർ ഡോക്യുമെന്ററി സബ്മിഷൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് 2 വലിയ മുറിയാണ് എവിഡൻസ് ഉള്ളത്. മണിപ്പൂരിലെ പ്രശ്നം എന്താണ്, മണിപ്പൂരിൽ നടന്ന പ്രശ്നം എന്ന് കണ്ടുപിടിക്കുമ്പോൾ ജസ്റ്റ് ഇമാജിൻ 2 മുറി, 2 full rooms are completely filled with documents relating to the Manipur crisis. ഇതൊക്കെ വായിച്ച് പെട്ടെന്ന് തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. സോ മണിപ്പൂരിന്റെ 2 മുറി നിറച്ചുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇവിടുത്തെ പ്രശ്നം, ഇതിന്റെ ഹിയറിംഗ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇനി എത്രത്തോളം എന്തായാലും പെട്ടെന്ന് വേണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. മണിപ്പൂരിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ബ്രിങ്സ് us to another important question of India's vision for free open maritime network is finding resonance across the world. ഇന്ത്യ മാരിടൈം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഷിപ്പും നേവിയും വാട്ടറും ഓഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യ ഒരു ഫ്രീ മാരിടൈം നെറ്റ്വർക്കിന് വേണ്ടി നല്ലോണം ശ്രമിക്കുന്നത്, ഒരു പീസ്ഫുൾ മാരിടൈം നെറ്റ്വർക്ക്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ കംപ്ലീറ്റ്ലി കോസ്റ്റൽ, വളരെ കോസ്റ്റൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റും കൂടെ ആണല്ലോ. റൈറ്റ് ഫ്രം ഗുജറാത്ത്, മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കണ്ടോ, അറേബ്യൻ സീ ആണെങ്കിലും ബേ ബംഗാൾ ആണെങ്കിലും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഏകദേശം വെസ്റ്റ് ബംഗാൾ വരെ പോകുന്ന ഈ ഒരു വലിയ ഒരു സീ സ്ട്രെച്ച് നമുക്കുണ്ട്. ശ്രീലങ്കയുടെ താഴെയാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു സ്ട്രെച്ച് നമുക്കുണ്ട്. സോ ഇവിടെ നിന്നാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിനെയും കണക്ട് ചെയ്യുന്നത്. സോ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു മാരിടൈം നെറ്റ്വർക്ക് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് അത്രയും കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ പീസ്ഫുൾ ആയിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടൊരു നെറ്റ്വർക്ക് ഓഫ് സീ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു വിഷനും കൂടാണ്. സോ അത് നമുക്കിവിടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പോർട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പോർട്സ് UPSCയുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടെയാണ്. എത്രയോ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്ത് തരം പോർട്ട്, പഴയ ഏൻഷ്യൻ ഇന്ത്യ തൊട്ട് ചോദിക്കാറുണ്ട് പോർട്സിനെ കുറിച്ചിട്ട്. സോ പോർട്സിന്റെ കപ്പാസിറ്റി നമ്മൾ ഡബിൾ ചെയ്യാൻ പോവാണ്. സോ ഇത് നമ്മുടെ ട്രേഡിനെ എഫക്ട് ചെയ്യും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പോർട്സിന്റെ കപ്പാസിറ്റി ഡബിൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ വളരെ സെക്യൂർ ആയിട്ട്, ഞാനിപ്പോൾ പടം വരച്ച് കാണിച്ചില്ല, വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു സീ റൂട്ടും കാര്യങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതിനകത്ത് പഴയ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏൻഷ്യൻ ഇന്ത്യ ഹിസ്റ്ററിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോഥൽ എവിടെയാണ്? ഗുജറാത്തിലെ പഴയ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡാണ്. ലോഥലിനെ കുറിച്ച് പറയുന്നുണ്ട്. ധോളവീരയെ കുറിച്ച് ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹിസ്റ്ററി പോയിട്ട് ഇതൊക്കെ പഠിക്കണം. അതേപോലെ ചോള നേവി ഓഫ് ചോളാസ്, ചോളമാർക്ക് ഒരുപാട് നേവി ഉണ്ടല്ലോ, അതാണല്ലോ ശ്രീലങ്കയിലൊക്കെ ഇൻവേഷനൊക്കെ അന്ന് നടത്തിയിരുന്നത്. അതേപോലെ ശിവാജിയുടെ നേവി, ഛത്രപതി ശിവാജിയുടെ ഹാൻഡ്ലിംഗ് ഓഫ് നേവി, അവർക്ക് നേവി ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം കൂടെ ഉണ്ട്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. പോർട്ടിന്റെ എഫിഷ്യൻസി ഡബിൾ ചെയ്യണമെന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
ഇനി ഇവിടെ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സാഗർ മന്ഥൻ, ദ ഓഷ്യൻ ഡയലോഗ് എന്ന് പറയുന്നുണ്ട്. ഇതൊരു ചർച്ചയാണ്, ഒരു സിംപോസിയം പോലെ എല്ലാവരും കൂടെ നല്ലൊരു ചർച്ച നടത്തുന്നതാണ്. സാഗർ മന്ഥൻ ദ ഓഷ്യൻ ഡയലോഗ് എന്നാണ് ഇതിന്റെ പേര്. ദ ഗ്രേറ്റ് ഓഷ്യൻസ് ഡയലോഗ്. മിനിസ്ട്രി ഓഫ് പോർട്ടാണ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് പോർട്ടും അതേപോലെ ORF എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടൊരു തിങ്ക് ടാങ്ക് ഉണ്ട്, ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ. ഇവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സാഗർ മന്ഥൻ ദ ഗ്രേറ്റ് ഓഷ്യൻ ഡയലോഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇൻഡോ പസഫിക് റീജിയനിൽ വളരെ കൃത്യമായിട്ടൊരു സോ അഗെയിൻ this brings us to another important concept of what is this concept of IPOI. IPOI ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ് ഓർത്ത് വെക്കണം. ഇവിടെ താഴെയുണ്ട് ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ IPOI എന്ന് പറയുന്നത് ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ് ആണ്. ഇത് നരേന്ദ്രമോദി ഓൾമോസ്റ്റ് 2019 കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്. ഇൻഡോ പസഫിക്കിലുള്ളത്, ഇൻഡോ പസഫിക് റീജിയനിൽ വളരെ ഫ്രീ, ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ്, അതാണ് ഫ്രീ, ഓപ്പൺ ആൻഡ് ഇൻക്ലൂസീവ് ഇൻഡോ പസഫിക് റീജിയൻ ആണ് നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ്. ഇത് ഈ റീജിയനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. നമുക്ക് മാരിടൈം ഇതിൽ മെയിൻസിന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ വൊക്കാബുലറി ഒക്കെ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ദിസ് IPOI, ഇന്ത്യൻ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ് ആണ് ഗവൺമെന്റിന്റെ. അപ്പോൾ അതേപോലെ സാഗർ മന്ഥനും നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. യു ഷുഡ് ബി റൈറ്റിംഗ് അബൌട്ട് സാഗർ മന്ഥൻ ഓൾസോ. ഓക്കെ, അതാണ് ഇതിനെ പ്രധാനപ്പെട്ട കാര്യം. സോ ഇന്ത്യൻ നേവി ആ റിലേറ്റഡ് ആണ്. പിന്നെ അടുത്ത ഇന്ത്യ ഇറ്റലി നെഗോഷിയേറ്റ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ്പ് ഫോക്കസ്. ഇന്ത്യയും ഇറ്റലിയും നല്ലൊരു ഡിഫൻസ് റിലേഷനിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളായിട്ട് ഡിഫൻസ് എഗ്രിമെന്റ് ഉണ്ടെങ്കിലും ഇറ്റലി ആയിട്ടും നമുക്ക് ഡിഫൻസ് എഗ്രിമെന്റ് വെക്കുക എന്നുള്ള ഫാക്റ്റാണ് നമുക്കിവിടെ കൂടുതലും കിട്ടുന്നത്. സോ അതിൽ കുറേ ആക്ഷൻ പ്ലാൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിൽ കാണാൻ പറ്റും, സേ യു ക്യാൻ സി ഒരു ജോയിന്റ് ആക്ഷൻ സ്ട്രാറ്റജി പ്ലാൻ ഉണ്ട്. അടുത്ത കുറേ വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട് ഒരുപാട് ഡിഫൻസിൽ ഒരുപാട് ബന്ധങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആംഡ് ഫോഴ്സസ് ഇൻ ഇറ്റലി. ഇതിൽ പറയുന്ന വേറെ ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതലും പറയുന്നത് കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് CSD ഓഫ് ദ ഗോവ കോസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മിലിറ്ററി ഡ്രില്ലുകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. INS വിക്രമാദിത്യ ആൻഡ് ITS കവോർ ആൻഡ് INS വിശാഖപട്ടണം ആൻഡ് ITS അൽപിനോ. ഇത് മെയ്ഡൻ എക്സസൈസ് ആണ് ബൈ കരിയർ സ്ട്രൈക്ക്. ഇത് CSD, ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ഒരു CSD എന്ന് പറയുമ്പോൾ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഓഫ് ദ ഗോവ കോസ്റ്റിൽ നമ്മുടെ ഭാഗത്തു നിന്ന് INS വിക്രമാദിത്യയും INS വിശാഖപട്ടണം ഉണ്ടായിരുന്നു. സോ നാളെ G20 സൈഡ് ലൈനിലാണ് നല്ല ചർച്ചകൾ. ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഡിഫൻസ് എഗ്രിമെന്റ് വരാൻ പോവാണ്. പോർട്ട് ഡെവലപ്മെന്റും ഡിഫൻസ് എഗ്രിമെന്റ് ഒക്കെ വരാൻ പോവാണ്. ഓക്കെ, സോ അതൊരു നല്ലൊരു കാര്യമായിട്ട് നമുക്ക് നോക്കാം. സോ മേ ബി ഇതൊരു രീതിയിൽ ഇലക്ഷൻ വാർത്തകളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ നമുക്ക് വന്നു തുടങ്ങും. പൊളിറ്റിക്കൽ വാർത്തകൾ നമുക്ക് വിടാം. പൊളിറ്റിക്കൽ വാർത്തകൾ വിട്ട് കഴിഞ്ഞാൽ MCC കോഡ് ഓഫ് വയലേഷൻ, അത് ഓൾറെഡി നമ്മൾ വലിയ പ്രശ്നത്തെ കാര്യമില്ല. ലെറ്റ്സ് ചെക്ക് ഔട്ട് ദിസ്. ചിദംബരം മൂവ്സ് ഡൽഹി ഹൈക്കോർട്ട് ഇൻ എയർസെൽ മാക്സിസ് കേസ്. ചെറിയൊരു വാർത്തയാണ്, പക്ഷെ നമ്മൾ ചെറിയ വാർത്തയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് സിവിൽ സർവീസിന് ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്. ഇത് പണ്ട് നടന്നൊരു കേസാണ്. എയർസെൽ മാക്സിസ് കേസിൽ സുപ്രീം കോടതി ഹൈക്കോടതിയിൽ ചിദംബരം മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കേസ് വേറെ ഒന്നുമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ടൊരു മലേഷ്യൻ കമ്പനിയായ മാക്സിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതേപോലെ ഇപ്പുറത്തെ എയർസെൽ ഉണ്ട്. പണ്ടത്തെ ആ കമ്പനിയാണ്, മൊബൈൽ കമ്പനിയാണ് എയർസെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സിസ് എന്ന് പറഞ്ഞ മലേഷ്യൻ കമ്പനിക്ക് എയർസെൽ കമ്പനിയിലെ മേജർ ഷെയറുകൾ വാങ്ങണം. ഇവിടെ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിൻ്റെ മേജർ ഷെയർ വാങ്ങണം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല, അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. FDI പോലെ ഇത്രയും വലിയ ഫണ്ട് ഇന്ത്യൻ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇല്ല. അത് പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു, വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, FIPB എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. FIPB, ഈ കഥ മനസ്സിലാക്കുക. എന്താണ് ഈ FIPB എന്ന് പറഞ്ഞാൽ? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് എന്നാണ്. സോ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് വേറൊന്നുമല്ല. ഈ FIPB എന്ന് പറഞ്ഞ ഒരു ബോർഡുണ്ട്. ഈ ബോർഡ് അംഗീകരിക്കണം. ഇന്ത്യയിൽ ഇപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ കമ്പനിയിൽ വരികയാണെങ്കിലും ഇവരുടെ അപ്രൂവൽ ഇല്ലാണ്ട് ഇവിടെ ഈ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കേസ് എന്ന് പറയുന്നത് ചിദംബരം ഈ FIPBനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവരെ ഇൻവെസ്റ്റ്മെന്റിന് സഹായിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മാനിപ്പുലേഷൻ നടത്തി എന്നാണ് പറയുന്നത്. നമുക്ക് കേസിന്റെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമുക്ക് കഥ അറിഞ്ഞിരിക്കണം. FIPBയുടെ സഹായം, അപ്രൂവൽ ഇല്ലാതെ ഒരു പൈസ ഇന്ത്യയിൽ വരാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ FIPB എന്ന് പറയുന്ന സംഭവം എടുത്ത് കളഞ്ഞു, എബോളിഷ് ചെയ്ത് കളഞ്ഞവർ. ഇതിപ്പോൾ ഇല്ല. FIPB അപ്രൂവൽ ഫോർ ദി കൗൺസിൽ ഉണ്ട്.
സോ ഇത് എടുത്ത് കളഞ്ഞു. 2017, 18, 19 ആ സമയത്ത് എങ്ങാണ്ട് FIBB ഇപ്പോൾ ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ FDI കുറച്ചും കൂടെ നന്നായിട്ട് വരാൻ വേണ്ടിയാണ്, കുറച്ചും കൂടെ ഇന്റർനാഷണൽ ഫണ്ട് ഇന്ത്യ വരട്ടെ, ഇങ്ങനെ ഇത് വന്നാൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും എന്ന് വിചാരിച്ചതുകൊണ്ടാണ് FIPB. സോ നോ വാട്ട് ഇസ് FIPB ഇപ്പൊ ഇല്ല, അതും കൂടെ ഓർത്ത് വെച്ചോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്തയാണ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ സാലറീസ് പറയുന്നുണ്ട്. സ്റ്റേറ്റിംഗ് ദ സാലറി ഓഫ് ദർ ഓഫീഷ്യൽസ് വിൽ ബി ക്ലിയർഡ്. ഈ പ്രത്യേകിച്ച് IAS ഓഫീസേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് സിവിൽ സർവീസിന് മോഡി ഒരു പ്രോഗ്രാം ഇറക്കിയിരുന്നു, മിഷൻ കർമ്മയോഗി. ഓൾറെഡി ഉള്ളതാണ് മിഷൻ കർമ്മയോഗി എന്ന് പറഞ്ഞത്. അതായത് സിവിൽ സർവൻസിന് പുതിയ സ്കിൽസ് എല്ലാം കൊടുക്കണം, ലേറ്റസ്റ്റ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി, അല്ലെങ്കിൽ ഇതിന് ഇന്നത്തെ കാലത്ത് ഗവർണൻസ് നടത്താൻ മിഷൻ കർമ്മയോഗി എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് സിവിൽ സർവൻസിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് അവർ വീക്ക്ലിയും ഇത്ര സമയത്തിനുള്ളിൽ ഈ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ കോഴ്സ് എല്ലാം കൊടുക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് അടുത്ത ചോദിക്കാൻ സംഭവമാണ് വാട്ട് ഈസ് ആൻ ഐഗോട്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ഈസ് ആൻ ഐഗോട്ട്? ഐഗോട്ട് is an online learning platform that provides training to government employees, all principal accounts office of ministry directed to clear the salary bills. സോ ഇതാണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. മാൻഡേറ്ററി ഇന്റഗ്രേറ്റഡ് ഓൺലൈൻ ട്രെയിനിങ് ആണ് ഗവൺമെന്റിൽ. അവർ പുതിയൊരു നിയമം ഇറക്കി, ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി. എനിക്ക് തോന്നുന്നു IAS ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസുകാരാണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാതെ ഇവർക്ക് ശമ്പളം കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. ഇത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. ഇത് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ശമ്പളം, അവർക്ക് സാലറി ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ലേ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെന്റ് ട്രെയിനിങ് കാണുന്നത്. സിവിൽ സർവൻസിന് ആ ട്രെയിനിങ് കിട്ടിയേ പറ്റുള്ളൂ, ഐഗോട്ട്. അപ്പോൾ അതും ഇതിനെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, സുപ്രീം കോർട്ട് ഡിലേസ് ഇൻ ഡീലിമിറ്റേഷൻ പ്രോസസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൽ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്താണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഓൾറെഡി നമുക്കറിയാം ഡീലിമിറ്റേഷൻ, നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം വെൻ യു ഹിയർ ഡീലിമിറ്റേഷൻ, ഇലക്ഷന്റെ സമയത്ത് നമ്മളൊരു നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊക്കെ പറയുന്നില്ലേ, ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഇത്ര വലിപ്പമേ ഉള്ളൂ, അത് ഈ കോൺസ്റ്റിറ്റ്യുവൻസി ഇത്രയും വലുതാക്കണോ അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസിനെ ചെറുതാക്കണോ എന്നൊക്കെ ഉള്ളത് ആ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലുള്ള ആൾക്കാരുടെ പോപ്പുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇത് തീരുമാനം, ഒരു നിർണ്ണയത്തിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് പല സ്റ്റേറ്റ്സിലും, ഇപ്പോൾ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ പ്രശ്നത്തിൽ ഡീലിമിറ്റേഷൻ ചർച്ചയായിട്ട് നിൽക്കുകയാണ്. 2026 ഡീലിമിറ്റേഷനിങ് വരുമ്പോൾ തമിഴ്നാട്ടിലെയും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ പോപ്പുലേഷൻ കുറവാണ്, കാരണം നല്ല പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീറ്റ് കുറഞ്ഞു പോകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യൻ മൊത്തം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ മാത്രം വെച്ച് നമുക്ക് സീറ്റ് തരരുത്, ആ സ്ഥലത്തെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് വേണം തരാനെന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത്, ഗവൺമെന്റ് ആസ്ക്ഡ് UTs to hold surveys on household latrines. എന്താണത്? ഇത് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പബ്ലിക് ലാട്രിൻസ് ആണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പറയേണ്ട വേറെ കാര്യങ്ങളൊന്നുമല്ല. റൂറൽ ഹൗസിംഗ്, ഇത് സർവേ നടത്താൻ പറയുന്നുണ്ട്. വേൾഡ് ടോയ്ലറ്റ് ഡേ വരെയാണ്. അപ്പോൾ എത്രത്തോളം ODF, അപ്പോൾ ഈ ODF വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ സ്റ്റാറ്റസ്? ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ സ്റ്റാറ്റസ്, അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ഇപ്പോൾ ടോയ്ലറ്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ, ആൾക്കാർക്ക് ഇത്തരം ടോയ്ലറ്റ്സ് ഉള്ളതുകൊണ്ട് ഇത് നല്ലൊരു സാനിറ്റേഷൻ ഡ്രൈവിന്റെ ഭാഗമാണ്. എല്ലാ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസിന്റെ അടുത്തിട്ടും സർവേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഇപ്പോഴും ODF ഉണ്ടോ, ഓപ്പൺ ഡെഫെക്കേഷൻ ആൾക്കാർ ചെയ്യുന്നുണ്ടോ, അത് അവർ എല്ലാവർക്കും ടോയ്ലറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സ്വച്ഛ് ഭാരത് മിഷനും ഒരു സാനിറ്റേഷന്റെ ഭാഗം കൂടാണ്. ഹമാര ശൗചാലയ് ഹമാരി സമ്മാൻ, ഹമാര സമ്മാൻ എന്നാണ് ആ പ്രോജക്റ്റിന്റെ പേര്. അപ്പോൾ അത് എല്ലായിടത്തും ODF ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ സ്റ്റാറ്റസ് എന്താണെന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ഡൽഹി ഹൈക്കോർട്ട് സമ്മൻസ് ChatGPT. ANI പിന്നെയും വാർത്തയിൽ വരികയാണ്. ഇതിപ്പോൾ ഒരു ANI, ഓൾറെഡി ANI ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ വെസസ് വിക്കിപീഡിയ കേസ്, ഡൽഹി വിക്കിപീഡിയ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിക്കിപീഡിയ അല്ലെങ്കിൽ വിക്കിമീഡിയ ഫൗണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ANI കള്ളം പറയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവർ ഫാൾസ് ന്യൂസ് കൊടുക്കുന്ന ആൾക്കാരാണെന്നൊരു കേസ് നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ANIയും വേറെ ആരുമല്ല, ഓപ്പൺ AIയും തമ്മിലാണ് കേസ്. ChatGPT, ഓപ്പൺ AIയിലും തമ്മിലാണ് കേസ്. ChatGPTയുടെ മെയിൻ പാരന്റ് കമ്പനിയാണ്. ANI പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ChatGPT, ഓപ്പൺ ANIയുടെ ആർട്ടിക്കിൾസും ANIയുടെ മെറ്റീരിയൽസ് എല്ലാം ANIയുടെ പെർമിഷൻ ഇല്ലാതെ LLM, ഇവരുടെ ലാർജ് ലാംഗ്വേജ് മോഡൽ ChatGPTയുടെ മോഡലിൽ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണത്. ChatGPTക്ക് ഇതിന്റെ കണ്ടന്റ് ഫീഡ് ചെയ്യാണ് ANIയുടെ പെർമിഷൻ ഇല്ലാതെ, ഇവരുടെ സമ്മതമൊന്നും ഇല്ലാതെ. ഇവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം ChatGPT പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഡേറ്റ പ്രോസസ് ചെയ്യാൻ, നമ്മൾ ചോദിച്ച ഉത്തരം തരാൻ വേണ്ടി. അപ്പോൾ ANIയുടെ പെർമിഷൻ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ChatGPTയിലെ ഓപ്പൺ AIയുടെ ആൾക്കാർ പറഞ്ഞു
ഞങ്ങൾ ANIനെ ബ്ലോക്ക് ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ട എന്ന്. അപ്പോൾ 2 കേസ് ഓൾറെഡി ANI ഇപ്പോൾ ഇങ്ങനെ ന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദാറ്റ്. അതും ഒരു ഐഡിയ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ടത് ഗവൺമെന്റ് അലോസ് സെൽഫ് സർവേ, പിന്നെയും ശൗചാലയ ടോയ്ലറ്റ്സ് പോലെ തന്നെ phase 2 ഓഫ് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന. അപ്പോൾ എന്താണ് ഈ ആവാസ് യോജന? പ്രധാൻ മന്ത്രി ആവാസ് ഗ്രാമീൺ യോജന 2011 റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താണ് ഇതെന്ന് പറയുന്നത്? PMAJ, ഇറ്റ്സ് കോൾഡ് PMAYG ഗ്രാമീൺ, പ്രധാൻ മന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. അപ്പോൾ എല്ലാ റൂറൽ ഹൗസ് ഹോൾഡ്സിനും വീട് വെക്കണം എന്നുള്ളതാണ് ഇതിനകത്ത്. വേറെ സംഭവമൊന്നുമില്ല. റൂറൽ ഏരിയാസിലുള്ള എല്ലാവർക്കും പക്ക ഹൗസ്, എല്ലാവർക്കും നല്ലൊരു വീടുണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സംഭവം വരുന്നത്. ഏകദേശം 3 ലക്ഷം കോടി രൂപയാണ് ഇതിൻ്റെ 2ാം ഫേസിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യ ഫേസ് കഴിഞ്ഞ് 2ാം ഫേസിലേക്ക് കടക്കുമ്പോൾ സെക്കൻഡ് ഫേസിൽ ഏകദേശം 2 കോടി വീടുകളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് കിട്ടുന്നില്ല എങ്കിൽ, ഇത് നടന്നിട്ടില്ല എങ്കിൽ സെൽഫ് സർവേ നടത്തി ഗവൺമെൻറ് നടത്തി എത്രയും പെട്ടെന്ന് പറയണം. ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടില്ല എങ്കിൽ നമ്മൾ പറയാം. 2 കോടി വീടുകൾ 2ാമത്തെ ഫേസിലുണ്ട്. PMAJ എല്ലാവർക്കും പക്ക ഹൗസ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. ഇവരുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അവാസ് പ്ലസ്. ഇനി ഇതും എവിടെയെങ്കിലും ചോദിച്ചാൽ ഇറ്റ്സ് കോൾഡ് അവാസ് പ്ലസ് എന്ന് പറഞ്ഞൊരു മൊബൈൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുമ്പോൾ വീട് വെച്ച് കൊടുക്കുക, ഓർത്ത് വെച്ചാൽ മതി. വീട് വെക്കുക, പക്ക ഹൗസ് ആയിരിക്കണം, റൂറൽ ഹൗസ്. പക്ക ഹൗസ്, കച്ച ഹൗസ് എന്ന് പറയുമ്പോൾ ഈ മറ്റേ എന്താ പറയുക, ഈ ഓലയൊക്കെ മെയിന് തട്ടിക്കൂട്ട് വീടല്ല, നല്ല കോൺക്രീറ്റ് ഒക്കെ ഉള്ള നല്ല വീടുകൾ, പക്ക ഹൗസ്, നല്ല പക്കയായിട്ടുള്ള വീടുകൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ അവാസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അവർക്ക്, മൊബൈൽ ആപ്ലിക്കേഷൻ ഗവൺമെൻറ്റിന്. അപ്പോൾ അതും PMAYG എന്താണെന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഈ ക്ലൈമറ്റ് വാർത്തകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ COP29 പറയുന്നുണ്ട്, ഇന്ത്യ റിക്വസ്റ്റ് ചെയ്യാണ്. ഇന്ത്യ റിക്വസ്റ്റ് മാത്രമല്ല, ഡെവലപ്ഡ് രാജ്യങ്ങളോട് ഇന്ത്യ പറയുന്ന വലിയൊരു കാര്യം കൂടാണ്. ഡെവലപ്ഡ് രാജ്യങ്ങളോട് പറയുകയാണ്, അതായത് നിങ്ങൾ കാരണമാണ് ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച്. ഇവിടെ വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് COP29 ബക്കൂലെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിൽ നല്ലൊരു ധാരണയുണ്ട്. സോ NSQG എന്ന് പറയുന്ന സംഭവം കൂടെ ഇവിടെ ഉണ്ട്. എന്താണ് NSQG? ക്വാണ്ടിഫൈഡ് ഗോൾ എന്ന് പറയുന്നത്, ന്യൂ കളക്റ്റീവ്, ഈ പറയുന്ന ക്വാണ്ടിഫൈഡ് ഗോൾ. അപ്പോൾ ഡെവലപ്ഡ് രാജ്യങ്ങളാണ്, ഇന്ത്യയും പറയുന്നത് ഡെവലപ്ഡ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് പൊല്യൂഷൻ ക്ലീൻ ചെയ്യാനുള്ള നിങ്ങൾക്ക് തന്നെയാണ് പൊല്യൂഷൻ ക്ലീൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം. സോ നിങ്ങൾ തന്നെ പൊല്യൂഷൻ ക്ലീൻ ചെയ്യാനുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യ അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, NSQG. ഇതാണ് ഈ ആർട്ടിക്കിളിൻ്റെ മേജർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബക്കൂൾ നടന്നു, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾസ്. ഓൾറെഡി ഡെവലപ്പിംഗ് കൺട്രീസിന് ഓൾറെഡി ഫണ്ട് കൊടുക്കണം. അതിപ്പോൾ ഓൾറെഡി $100 ബില്യൺ പറഞ്ഞിരുന്നത് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന് 2030 ആകുമ്പോഴേക്കും $5 ട്രില്യൺ എങ്കിലും ഈ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് കൊടുത്ത്, അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലൈമറ്റ് ചേഞ്ച് മാറ്റാൻ നിങ്ങൾ എല്ലാവരും സഹായിച്ചേ പറ്റുള്ളൂ. പിന്നെ എന്താണ് NDC എന്നുള്ള ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായി നമുക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യ കൊടുക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ സ്റ്റഡി ഫൈൻസ് 3 ഡ്രഗ് കോമ്പോസ് എഫക്റ്റീവ് എഗെയിൻസ്റ്റ് BP. ബ്ലഡ് പ്രഷറിനും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതെന്നാണ് പറയുന്നത്. CCDC വരുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്ന കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. ഇത്ര BP സൗത്ത് ഏഷ്യൻസിന് ഏതാണ്ട് 25% ഗ്ലോബൽ പോപ്പുലേഷന് BP കാരണം ഇമ്പാക്റ്റഡ് ആണ്. സോ ഇതിനകത്തും ഓൾറെഡി 2-3 കോമ്പിനേഷൻസ് ഭയങ്കരമായിട്ട് ഹൈപ്പർ ടെൻഷനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മരുന്നുകളുടെ പേരും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ കംപ്ലീഷൻ ഓഫ് ഡ്രഗ് കേസസ്. അത്രയും ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, BP ഉണ്ടെന്നാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങൾ. സോ ഇതാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. സോ ആ മരുന്നുകളുടെ പേരും അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ പറയുന്നുണ്ട്. ഈ അമ്ലോഡോപ്പൈൻ ആൻഡ് പെരിൻഡ്രോപ്പിൽ ആൻഡ് ഇൻഡാപമൈഡ് എന്ന് പറയുന്ന ഇതിൻ്റെ പല കോമ്പിനേഷൻ ഓഫ് മരുന്നുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് BPക്ക് വേണ്ടി. സോ അതൊരു ചെറിയ വാർത്തയാണ്, വലിയ നമുക്ക് കാര്യമായിട്ടുള്ള ഇതുണ്ട്, എന്നാലും ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരു കാര്യം ഞാൻ മിസ് ചെയ്തെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഐ മിസ്ഡ് ഔട്ട് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ ദിസ് ക്ലൈമറ്റ് ചേഞ്ചിൽ. ഒരു കാര്യം മിസ് ചെയ്ത് പറഞ്ഞു, ഒരു കോൺസെപ്റ്റ് പറയാൻ വിട്ടുപോയി. ദർ ഇസ് സംതിങ് കോൾഡ് എ കാർബൺ സ്പേസ്. എന്താണ് കാർബൺ സ്പേസ് എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. എന്താണ് ഈ കാർബൺ സ്പേസ് എന്ന് പറയുന്നത്? നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓൾറെഡി ഇഷ്ടം പോലെ ക്ലൈമറ്റ് ചേഞ്ചും കാർബൺ എമിഷനും നടക്കുന്നുണ്ട്. നമ്മളിനി ഫ്രഷ് ആയിട്ട് കുറച്ച് കാർബൺ എമിറ്റ് ചെയ്ത് ആകാശത്തേക്ക് വിടുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി
199% കാർബൺ ഓൾറെഡി ഡാമേജ് വരുത്തി കഴിഞ്ഞു. കാർബൺ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര ശതമാനം കാർബണും കൂടെ ഈ കാർബൺ അല്ലെങ്കിൽ ഈ എമിഷൻ എന്ന് പറയുന്ന സംഭവം ഇനി താങ്ങും? ഇത് എത്രത്തോളം നമ്മളിനി എത്രത്തോളം കാർബൺ മുകളിലേക്ക് വിട്ടാൽ അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് കാർബൺ സ്പേസ്. സോ ഹൗ മച്ച് സ്പേസ് ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ്? ഓൾറെഡി ഇഷ്ടം പോലെ ഡാമേജ് വരുത്തി വെച്ചു, അല്ലെങ്കിൽ ഓൾറെഡി വളരെ ഹൈ ആണ്. 99% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1% കൂടെ നമുക്ക് താങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ 75% ആണെങ്കിൽ ഓൾറെഡി നമുക്ക് ഇനി 25% കൂടെ വേണമെങ്കിൽ കാർബൺ എമിഷൻ വേണമെങ്കിൽ ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ കാർബൺ സ്പേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. സോ കൈൻഡ്ലി നോട്ട് ദാറ്റ്. പിന്നെ അടുത്തത്, തമിഴ്നാട് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വിമൻ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ വി ഷുഡ് ഹാവ് എൻ ഐഡിയ എന്താണ് തമിഴ്നാട് ഹാസ് ദ നമ്പർ ഓഫ് വിമൻ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാറ്റഗറി ഉണ്ട്. ഹിമാചൽ പ്രദേശ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വിമൻ ഇൻ അർബൻ ലോക്കൽ ബോഡീസ്. അത്രയും സ്ത്രീകൾ ഇതിൽ തമിഴ്നാടിന്റെ പൊസിഷൻ കാണിക്കുന്നുണ്ട്. നമ്പർ ഓഫ് വിമൻ, ഹിമാചൽ പ്രദേശ് ഹാസ് ദ ഹയസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ അർബൻ ലോക്കൽ ബോഡീസ്. അത്രയും അധികം സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് പറയുന്നത്. 46% ഓഫ് ദ കൗൺസിലേഴ്സ് ഇൻ ഇന്ത്യ ആർ ഇൻ വിമൻ. 19 out of 21 capital cities have that active urban local bodies. So 46% കൗൺസിലേഴ്സ് ഇന്ത്യയിലെ സ്ത്രീകളാണ്. അതൊരു കാറ്റഗറിയാണ്. ദ അതർ സ്റ്റേറ്റ്സ് ഇൻ ദ ടോപ്പ് 10 ആർ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, ഉത്തർപ്രദേശ്. കേരളത്തിലൊക്കെ സ്ത്രീകളുടെ ദാറ്റ് നമ്മുടെ ഇത്രയും ഓർത്താൽ മതി. 73rd 74th അമെൻമെന്റ് പഞ്ചായത്തി രാജ് എന്നുള്ള സംഭവം, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനും അർബൻ ലോക്കൽ ബോഡീസിലുള്ള മുനിസിപ്പാലിറ്റീസിലുള്ള ഇത് നോക്കിയാൽ മതി. ഇവിടുത്തെ ഇലക്ഷനും. സോ പ്ലീസ് ഇതിലേക്ക് നിങ്ങൾ തിരിച്ചു പോകേണ്ടത്. ഇതിൽ 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ടോക്സ് അബൌട്ട് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. സോ റൂറൽ അർബൻ ഇതിനകത്തൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് എസ്സിലൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. വിമൻസ് കോൺട്രിബ്യൂഷൻ ഫോർ ദിസ് ഇസ് വെരി ഹൈ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് യു ക്യാൻ ചെക്ക് ഔട്ട് ഇസ് റൂറൽ അർബൻ ട്രാൻസിഷണൽ പോളിസി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഏകദേശം റൂറൽ അർബൻ ട്രാൻസ്ഫർ പോളിസി എന്ന് പറഞ്ഞാൽ ഏകദേശം 1000-ഓളം വരുന്ന ഗ്രാമങ്ങൾ ഇപ്പോൾ അർബൻ ഏരിയാസ് ആയി മാറിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. പണ്ട് ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടാവും, അതെല്ലാം പതുക്കെ പതുക്കെ ഇന്ന് പഴയ നമ്മൾ പറയത്തില്ല, പഴയ ആർക്കും വേണ്ടാതെ കടന്ന് ഗ്രാമങ്ങളെല്ലാം ഇന്ന് വലിയ വലിയ സിറ്റികളായി അവിടുത്തെ വില കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്രയും വില്ലേജസ് ഇപ്പോൾ അർബൻ ഏരിയ ആയി കൺവേർട്ട് ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് റിഗാർഡിങ് ദാറ്റ്. ഓക്കെ. പിന്നെ അടുത്തത്, സുപ്രീം കോർട്ട് ടു എക്സാമിൻ പ്ലീ ഓഫ് ആക്ടർ അമോൾ പലേക്കർ ഓൺ ഫിലിം സെൻസർഷിപ്പ്. സോ ഇത് വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഈ CBFC എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഇവരാണല്ലോ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് സൈൻ ചെയ്യുന്നതെല്ലാം. IAS-കാരാണെങ്കിലും ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസുകാരാണെങ്കിലും ഈ CBFC ഇവിടെ നിന്നിട്ട് സിനിമകളെല്ലാം സെൻസർ ചെയ്യും. ഇത് ശരിയല്ല, അത് ശരിയല്ല എന്നൊക്കെ ഇവർ പറയാറുണ്ട്. അപ്പോൾ അമോൾ പലേക്കർ സുപ്രീം കോടതിയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ CBFCയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? CBFCയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഇവർക്കൊരു സിനിമ സെൻസർ ചെയ്യാൻ മാത്രമുള്ള എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് എന്നൊരു വലിയ ചോദ്യമാണത്. ഓരോ സിനിമകളും അതില്ല, ഇതില്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട്? ഇത് നിയമത്തിൽ പറയുന്നില്ല. അതായത് പ്രധാനപ്പെട്ട ആക്ട് പറയുന്നുണ്ട്, സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 ഡസ് നോട്ട് സ്പെസിഫൈ ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓർ ദി എക്സാമിനിങ് കമ്മിറ്റി or revising committee or even the film certification appellate tribunal. ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോംസിനും സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 ഓർത്ത് വെക്കണം. ഈ ആക്ട് ഇവർക്കെല്ലാം ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നില്ല. വെറുതെ ആൾക്കാരെയൊക്കെ കയറ്റി അദ്ദേഹത്തിൻ്റെ 3 ഡോക്യുമെൻ്ററീസ് ആക്രിയത്ത്, ദയാറ ആൻഡ് താങ്, ഇതെല്ലാം സർട്ടിഫിക്കേഷൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, സിനിമാറ്റോഗ്രാഫ് ഡോക്യുമെൻ്ററി ഡിഡ് നോട്ട് ഫോൾ അണ്ടർ സിനിമാറ്റോഗ്രാഫ് ആക്ട്. ശരിക്കും ഡോക്യുമെൻ്ററി സിനിമാറ്റോഗ്രാഫ് ഫിലിംസിൽ വരുന്നതല്ല, എന്നിട്ടും CBFC എന്തിനിത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. ചോദിച്ച നല്ല ചോദ്യം തന്നെയാണ്. ഇവർക്ക് എന്ത് വാലിഡിറ്റി ഉണ്ടെന്നില്ലേ. പിന്നെ ഡാലിയൻ 2 ആൾക്കാർക്ക് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് കിട്ടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ പ്രൈസുകൾ ഓർത്ത് വെച്ചു. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ആണ്. ഡാനിയൽ ബാരൻബോയിം ആൻഡ് അലി അബു അവാദ്. സോ ഇവർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഫോർ ഡിസാർമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ 2023. ക്ലാസിക്കൽ പിയാനിസ്റ്റ് ആൻഡ് കണ്ടക്ടർ ഡാനിയൽ ആൻഡ് പാലസ്റ്റീനിയൻ പീസ് ആക്ടിവിസ്റ്റ് അലി അബുവിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ ഇത് അവാർഡിനെ കുറിച്ചിട്ട് ഓൾറെഡി നോക്കുകയാണെങ്കിൽ ഇത് ഓൾറെഡി ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ളൊരു അവാർഡാണ്. സോ ഓർത്ത് വെച്ചു, ഇറ്റ്സ് എൻ അവാർഡ് ഫോർ പീസ്, ഡിസാർമമെന്റ് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള അവാർഡാണ് ഇന്ദിരാഗാന്ധി അവാർഡ്. സോ ഇന്ന ആൾക്കാർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. വൺ ഇസ് എ പിയാനിസ്റ്റ്, മറ്റൊരാൾ പീസ് ആക്ടിവിസ്റ്റ് ആണ്.
ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് ബിസിനസ് വാർത്തകൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ, എക്കണോമിക്സിൻ്റെ വാർത്തകൾ നോക്കുകയാണെങ്കിൽ, മീത്തേൻ ഡിറ്റക്ഷൻ. Oil India has signed cooperation with Total Energy for conducting methane emission detection measurement campaigns in sites using the spectrometer. So, methane detection എന്ന് പറയുന്നത് മീത്തേൻ്റെ കാര്യങ്ങൾ. സോ റിമെമ്പർ വാട്ട് ഈസ് മീത്തേൻ, ഇത് ഓർത്ത് വെച്ചോ. യു നീഡ് ടു ഫൈൻഡ് ഔട്ട് മോർ ഓൺ മീത്തേൻ പ്രൊഡക്ഷൻ, മീത്തേൻ ഡിറ്റക്ഷൻ. അപ്പോൾ മീത്തേൻ എക്സസീവ്ലി ടാപ്പ് ചെയ്യാനാണെങ്കിൽ ഇന്ത്യയുടെ മീത്തേൻ പ്രൊഡക്ഷൻ എന്താണ്, ഇത് നല്ലതാണോ എന്നൊക്കെ നമുക്ക് മീത്തേൻ്റെ ആസ്പെക്റ്റും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ഇസ് ഇന്ത്യ UK ടു റീലോഞ്ച് ട്രേഡ് ടോക്സ്. പണ്ട് കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് ഇവിടെ വരണം എന്നാണ് പറയുന്നത്. ഇന്ത്യ UK ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോറിസ് ജോൺസന്റെ സമയം തൊട്ട്, പിന്നെ അത് നടന്നില്ല. സോ ഇന്ത്യ UK ഫ്രീ ട്രേഡ് വരണം, അത് നല്ലതാണ്. FTA നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയുടെ UKയുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡോളേഴ്സ് നോക്കുകയാണെങ്കിൽ $53 ബില്യൺ, 0.2 ബില്യൺ ഡോളറാണ് നമുക്ക് ഇന്ത്യ UKയുടെ ട്രേഡ് വോള്യൂം എന്ന് പറയുന്നത്. റഷ്യയുടെ ഏകദേശം 100 ബില്യൺ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത വരും വർഷങ്ങളിൽ. സോ അത് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. സോ നോക്കിയാൽ മതി, ഇന്ത്യ ഇസ് ദ 5th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ് ആൻഡ് എ വൈറ്റൽ ട്രേഡിംഗ് പാർട്ണർ ഓഫ് ദ UK. ഇന്ത്യ 5ാമത്തെ ലാർജസ്റ്റ് എക്കോണമി ആണെങ്കിലും ഇന്ത്യ ഇസ് ട്രൈങ് ടു ബി ദ 3rd ലാർജസ്റ്റ് എക്കോണമി ഉടനെ തന്നെ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ആൻഡ് ദേ ഓൾസോ വെൽക്കം സംതിങ് കോൾഡ് ആസ് TSI. UK ഇന്ത്യയും തമ്മിൽ ലോഞ്ച് ചെയ്യുന്ന പുതിയ സംഭവമാണ് TSI. വേറൊന്നുമല്ല, ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിമെമ്പർ ദർ ഇസ് സംതിങ് കോൾഡ് TSI. ഇന്ത്യ UKയിൽ ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യ UK കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി പാർട്ട്ണർഷിപ്പ് 2030 റോഡ് മാപ്പ്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇന്ത്യയും UKയും എഗ്രി ചെയ്യുന്നുണ്ട്. സോ റിമെമ്പർ ദാറ്റ് ദേ ആർ ഓൾ എഗ്രിങ് ഓൺ ദിസ്. TSI ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ടെക്നോളജിയിലെ ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്. എന്താണ് ഈ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക് എന്ന് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും UKയും ഇതിനൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് സംതിങ് കോൾഡ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, അമേരിക്കയായിട്ട് ബന്ധമുണ്ട്. ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞത് എന്താണ്? ഈ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജി നാളെ വേണമെങ്കിൽ സിവിൽ സർവീസിൽ നിങ്ങൾക്കൊരു ചോദ്യം കിട്ടുകയാണ്. യെസ്, ഈ TSI പോലത്തെ ഇനിഷ്യേറ്റീവ്സ് എല്ലാം ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഈ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക് എന്ന് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓർത്ത് വെച്ചോ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ബീങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, QC, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ബയോടെക്നോളജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് റിമെമ്പർ സെമി കണ്ടക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. റീന്യൂവബിൾ എനർജി ഈസ് ഓൾസോ ദർ. റീന്യൂവബിൾ എനർജി ഉണ്ട്. അതേപോലെ സ്പേസ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. സൈബർ സെക്യൂരിറ്റി. ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ എമർജി എന്ന് പറഞ്ഞാൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, സെമി കണ്ടക്ടർ, അഡ്വാൻസ് മെറ്റീരിയൽ, റീന്യൂവബിൾ എനർജി, സ്പേസ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ നീളും ഇത്. അപ്പോൾ നാളെ എന്തെങ്കിലും രീതിയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്രിട്ടിക്കൽ എമർജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന ബോധം നിങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ടാവണം. ഇത് അടുത്ത കേസാണ്, പ്രൈവസി പോളിസി. മെറ്റ ദ പാരന്റ് കമ്പനി ഹാസ് അപ്പീൽ ദറ്റ് 200 കോടിയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് അഗെയിൻ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? 213 കോടിയാണ് പോളിസി അടിച്ചു വെച്ചിരിക്കുന്നത്, പെനാൽറ്റി അടിച്ചു വെച്ചിരിക്കുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ. ഇത് പ്രൈവസി പോളിസിയെ കുറിച്ചിട്ടാണ്, വേറൊന്നുമല്ല. ഇതിൽ പറയുന്ന പ്രധാന കാര്യം ഇതാണ്. അതായത് ഫേസ്ബുക്ക്, മെറ്റ, വാട്സാപ്പിനും ഉണ്ടല്ലോ. വാട്സാപ്പ് ഇപ്പോൾ എല്ലാം മെറ്റയുടെ തന്നെയാണല്ലോ, ഇൻസ്റ്റാഗ്രാം എല്ലാം. അപ്പോൾ ഈ വാട്സാപ്പിൽ ഡേറ്റ സെക്യൂർ ആണോ എന്നുള്ളൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവണം, ഫെയർ കോമ്പറ്റീഷൻ, ബിസിനസ്സുകൾ തമ്മിൽ ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാവണം, ആർക്കും ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് പോകാൻ പാടില്ല. അതാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഉത്തരവാദിത്തം. അപ്പോൾ ഈ വാട്സാപ്പിൻ്റെ ഡേറ്റ സെക്യൂർ ആണെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഇതിലെ ഡേറ്റ പലപ്പോഴും ഇതിൻ്റെ പേരന്റ് കമ്പനിക്ക് ഇവർ ഡേറ്റ ചോർത്തി കൊടുക്കുന്നുണ്ടെന്നില്ലേ. അങ്ങനെ വരുമ്പം ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് അപ്ലൈ യൂണിവേഴ്സിറ്റി ടു ഓൾ എൻറ്റൈറ്റീസ് ഹാൻഡ്ലിംഗ് പേഴ്സണൽ ഡേറ്റ. മെറ്റാസ് കോമ്പറ്റീഷൻ ലോൺ പ്രൈവറ്റ് ഷുഡ് നോട്ട് സൈമിൾട്ടേനിയസ്ലി അപ്ലൈ ടു വാട്സാപ്പ്. ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ മെറ്റയുടെ പവർ, മെറ്റ ഇത്രയും പവർഫുൾ ആയിട്ട് ഏജൻസിയാണ്. വാട്സാപ്പിനെ ഇതിനകത്തേക്ക് ഡേറ്റ ചോർത്തുന്ന രീതിയിൽ പാരന്റ് കമ്പനിക്ക് ഡേറ്റ ചോർത്താൻ പാടില്ല. സോ മെറ്റ എന്ന് പറയുന്ന വലിയ കമ്പനി വാട്സാപ്പ് എന്ന് പറയുന്ന സാധനത്തിനെ ഭയങ്കരമായി മിസ്യൂസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മെറ്റ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഫൈൻ അടിച്ചിരിക്കുകയാണ്. 213 കോടി രൂപയാണ് ഫൈൻ അടിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, പ്രൈവസി പോളിസിക്ക് വേണ്ടി മാത്രമാണ്. സോ ജസ്റ്റ് ഇമാജിൻ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഇസ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്താണ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ അടുത്തത്
ദ വെരി ഇമ്പോർട്ടൻറ്റ് കൗൺസിൽസ് എന്താണ് GST കൗൺസിൽ? ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് GST കൗൺസിൽ എന്താണ്. EV ബാറ്ററീസിൽ ടാക്സ് കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ GST കൗൺസിൽ എന്താണ്, ഏത് ആക്ട് വെച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനാണ്, ഏത് അമെൻമെന്റ് വഴിയാണ് ഇത് വന്നിരിക്കുന്നത്? ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട്, അതേപോലെ സ്റ്റേറ്റിന്റെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്താണ് GST കൗൺസിലിന്റെ ഫംഗ്ഷൻ എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കണം. സോ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടാണ്, വാട്ട് ഇസ് ഹൈക്കോർട്ട് directs SFIO not to quiz Chanda Kochar beyond office hours. ഓഫീസ് അവേഴ്സിന്റെ മുകളിൽ ചന്ദ കോച്ചർ പഴയ ICICI ബാങ്കിന്റെ CEO ആണ്, അവരെ ഓൾറെഡി കറപ്ഷൻ കേസിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, എന്താണ് SFIO? ഇങ്ങനെ വന്നതല്ല, അപ്പോൾ യു ഷുഡ് ബി നോയിങ് വാട്ട് ഇസ് SFIO. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആണ് SFIO. ഇതിൽ എല്ലാ ഓഫീസിലെ ആൾക്കാരുണ്ട്, അക്കൗണ്ട്സ്, ഇന്റലിജൻസ്, എല്ലാവരും ഒരു ചേർന്നിട്ടുള്ളൊരു ബോഡിയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആം പോലെയാണ് SFIO. CBI എന്നൊക്കെ പറയുന്ന പോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് SFIO. ഒരു വൈറ്റ് കോളർ ക്രൈം, നമ്മൾ പറയത്തില്ലേ, ക്രൈം മാത്രമല്ല, വൈറ്റ് കോളർ ക്രൈം നടത്തുന്ന, അത്തരത്തിൽ ആ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണമെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ഇങ്ങനെ ഇടയ്ക്ക് വാർത്ത വരുമ്പോൾ നമുക്കറിയണം SFIO എന്ന് പറയുന്നത് MC ആണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് SFIO വരുന്നത്. ഇതിനകത്ത് എല്ലാത്തിൻ്റെ ഓഫീസേഴ്സിനെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. വൈറ്റ് കോളർ ക്രൈംസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസിയും കൂടാണ് ഇത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഓർത്ത് വയ്ക്കാം. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. പിന്നെ അടുത്ത ഇന്റർനാഷണൽ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, ലെബനൻ അറ്റാക്ക്, നോർവേയിൽ ഒരു കില്ലർ, അദ്ദേഹം എത്ര ആൾക്കാരെ കൊന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബിലീവ്, 77 പേരെ കൊന്നിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പരോളിൽ പോകുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. പിന്നെ മാച്ചോ സൊസൈറ്റി മസ്റ്റ് ചേഞ്ച് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് ഓൺ റേപ്പ്. നമ്മുടെ സൊസൈറ്റിയിൽ ആണുങ്ങൾക്കും പുരുഷന്മാർക്കും റേപ്പിനോടുള്ള ഒരു പെർസ്പെക്റ്റീവ് മാറുന്നതാണ് പറയുന്നത്. പിന്നെ ബീജിംഗ് സേസ് മിയാൻമാർ റിബൽ ലീഡേഴ്സ് ഇൻ ചൈന ഫോർ മെഡിക്കൽ കെയർ. അവിടെ ഓൾറെഡി മിയാൻമാറിൻ്റെ ഒരു നേതാവ്, അവിടെ ഓൾറെഡി മിലിറ്ററി യൂണിറ്റാണ്, അവിടെ സിവിൽ വാർ നടക്കുന്നുണ്ട്, അവിടുത്തെ നേതാവ് ചൈനയിൽ ട്രീറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, പുടിൻ സൈൻസ് റിവൈസ് ന്യൂക്ലിയർ ഡോക്ട്രൈൻ അമിഡ് യുക്രൈൻ വാർ. ഇതിനകത്ത് വേറെ ഒന്നുമല്ല, റഷ്യയുടെ ന്യൂക്ലിയർ പോളിസിയാണ് പറയുന്നത്. റഷ്യയും നമ്മുടെ ഇന്ത്യ പോലെ നോ ഫസ്റ്റ് യൂസ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് ന്യൂക്ലിയർ പവറും കൊണ്ട് വന്നാൽ ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന തന്നെയാണ് റഷ്യയും പറയുന്നത്. സോ യുക്രൈൻ സ്ട്രൈക്ക് ടാർഗറ്റ്സ് ഇൻ റഷ്യ വിത്ത് US സപ്ലൈഡ് റോങ് റേഞ്ച് മിസൈൽസിന്. ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യൂക്ലിയർ ഡോക്ട്രൈൻ, പുടിൻ ഫസ്റ്റ് ചേഞ്ചസ് ഇൻ ന്യൂക്ലിയർ ഡോക്ട്രൈൻ വെൻ ഹി ചെയർഡ് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Any states an attack against Russia by non-nuclear power with participation or support for a nuclear power will be seen as a joint attack on the. ഇതത് വേറെ എത്രയേ ഉള്ളൂ. ഇവിടെ റഷ്യ ഉണ്ട് എന്ന് വിചാരിക്കാം, ഇത് റഷ്യ ഉണ്ട്, ഇവിടെ വേറൊരു രാജ്യമുണ്ട്, X എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഇവർക്ക് ന്യൂക്ലിയർ പവർ ഒന്നും ഇല്ല. ഇത് ആരെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലായി. നമ്മൾ തൊട്ട് യുക്രൈനൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇവരെങ്ങാനും റഷ്യക്കെതിരെ വരികയാണ്, അറ്റാക്കിന് വരികയാണ്, ഇവരുടെ കൂടെ വേറൊരു രാജ്യമുണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള Y എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, ഇവരുടെ കയ്യിൽ ന്യൂക്ലിയർ പവർ ഉണ്ട്. അപ്പോൾ X എന്ന് പറയുന്ന നോൺ ന്യൂക്ലിയർ പവർ ഉള്ള രാജ്യം ന്യൂക്ലിയർ പവർ ഉള്ള രാജ്യത്തിന്റെ സഹായത്തിൽ വന്നിട്ട് റഷ്യക്കെതിരെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ജോയിന്റ് അറ്റാക്ക് ഓൺ റഷ്യ. കാര്യം മനസ്സിലായോ? അവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതൊരു ജോയിന്റ് അറ്റാക്ക് ഓൺ റഷ്യ ആയിട്ട് കാണപ്പെടും എന്നാണ് പറയുന്നത്. സോ വെസ്റ്റേൺ കൺട്രീസ് റഷ്യയെ ചൊറിയാൻ പോകരുതെന്നാണ് ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം നമ്മൾ കണ്ട സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. സോ നാറ്റോയ്ക്കുള്ള എല്ലാവർക്കും എതിരെ ഉള്ള ഒരു will be seen as a joint attack on Russian Federation. റഷ്യ അറ്റാക്ക് വരികയാണെങ്കിൽ റഷ്യ ഉറപ്പായിട്ടും അത് ഉപയോഗിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. റഷ്യക്കെതിരെ അറ്റാക്ക് വരികയാണെങ്കിൽ റഷ്യ അത് ഉപയോഗിക്കും. സോ ഇത് മറ്റ് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ളൊരു താക്കീതും കൂടാണ്. യുക്രൈൻ ഫയർസ് US ലോങ് റേഞ്ച് മിസൈൽസ് ഇൻ റഷ്യ. അങ്ങനെ യുക്രൈനും റഷ്യക്കകത്ത് മിസൈൽസ് ഇട്ട് തുടങ്ങി, കാരണം അമേരിക്ക കൊടുത്ത മിസൈലാണത്. സോ പ്ലീസ് റിമെമ്പർ, ടേക്ക് ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്. യുക്രൈൻ്റെ കയ്യിലും അമേരിക്ക ഒരുപാട് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. Russian region was carried out by the ATA. What is the ATA CMS missiles? അമേരിക്കയുടെ മിസൈലാണ് ATA CMS എന്ന് പറയുന്നത്. ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ആണ്. ഇത് റഷ്യക്കെതിരെ യുക്രൈൻ പ്രയോഗിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ കൊണ്ടാണ് റഷ്യ പറയുന്നത് ന്യൂക്ലിയർ പവർ ഇല്ലാത്ത രാജ്യമായതുകൊണ്ട് ഞങ്ങൾ ന്യൂക്ലിയർ പവർ ഉപയോഗിക്കാതിരിക്കുമൊന്നുമില്ല. അവരാരെങ്കിലും ഏതെങ്കിലും ന്യൂക്ലിയർ പവർ ഉള്ള രാജ്യം അവരുടെ പുറകിലുണ്ടെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ലബനനിൽ 200 കുട്ടികളാണ് കഴിഞ്ഞ 2 മാസത്തിൽ മരിച്ചത്. ജസ്റ്റ് ഇമാജിൻ, 200 ചിൽഡ്രൻ വെർ ഡെഡ്. വെരി സാഡ്. പിന്നെ ധാക്ക യൂണിവേഴ്സിറ്റി പാകിസ്ഥാനി സ്റ്റുഡൻസിന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. ചെറിയൊരു ആർട്ടിക്കിൾ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. സോ പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. സ്വീഡിഷ് മിനിസ്റ്റർ ഓൺ ട്യൂസ്ഡേ പറയുന്നൊരു കാര്യമുണ്ട്.
ജർമ്മനി ആൻഡ് ഫിൻലൻഡ് ലോഞ്ച്ഡ് ഹൈബ്രിഡ് വാർഫെയർ. സോ ഇതിനകത്ത് നോക്കുന്നുണ്ട്, വി ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദാറ്റ്. എവിടെയാണ് ബാൾട്ടിക് സീ എന്നുള്ളത് മാപ്പിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട്, സ്വീഡന്റെ മാപ്പ് എവിടെയാണ് സ്വീഡൻ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണം. ഹൈബ്രിഡ് വാർഫെയർ തുടങ്ങാനാണ് പറയുന്നത്. ദേ ആർ സ്റ്റാർട്ടിങ് ഹൈബ്രിഡ് വാർഫെയർ. സോ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡ് വാർഫെയർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. യു ഷുഡ് ബി ഹാവിംഗ് എ ക്ലിയർ കട്ട് ഐഡിയ വാട്ട് ഈസ് ഹൈബ്രിഡ് വാർഫെയർ. സോ പ്ലീസ് റിമെമ്പർ, ദർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് അരീലിയൻ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. അരീലിയൻ അപ്പിയർഡ് ഇൻ ദ ന്യൂസ്. അരീലിയൻ സബ്മറൈൻ കേബിൾ, ഇത് ഏത് രാജ്യം തമ്മിലാണ് അരീലിയൻ സബ്മറൈൻ കേബിൾ എന്ന് ചോദിച്ചാൽ പ്ലീസ് റിമെമ്പർ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ സ്വീഡിഷ് ഐലൻഡ് ഓഫ് ഗോട്ട്ലൻഡ്. സ്വീഡനും ലിത്വാനിയയും തമ്മിലാണ് അരീലിയൻ സബ്മറൈൻ കേബിൾ ഉള്ളത്. സോ പ്ലീസ് റിമെമ്പർ, ഇന്റർനെറ്റ് ട്രാഫിക് ഹാസ് ബീൻ റീഡയറക്ട് ടു. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എവിടെയാണ് അരീലിയൻ എന്ന വാക്ക് ഓർത്ത് വെക്കുക, സ്വീഡനും ലിത്വാനിയും. അപ്പൊ സ്വീഡനും ലിത്വാനിയും മാപ്പിൽ എവിടെ ഉണ്ടെന്നും കൂടെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. സോ അതും ഇതിനകത്ത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഐ തിങ്ക് വിൽ കോൾ ഇറ്റ് എ ഡേ. ഇതിന് ഇമ്പോർട്ടൻറ്റ് വാർത്തകൾ കഴിഞ്ഞു. നിങ്ങൾ ഇത് നല്ലോണം പഠിക്കുക. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ അടുത്ത വർഷത്തെ സിവിൽ സർവീസിന്റെ മെയിൻസ് ഒക്കെ എഴുതുന്ന സമയത്തും പ്രിലിംസിന് പോകുമ്പോഴും നിങ്ങൾ ഈ ക്ലാസ് മുടങ്ങാതെ കണ്ടാൽ മതി. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ ഓൾറെഡി നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഓൾറെഡി പെയ്ഡ് ക്ലാസ് ആണ്. അത് നമ്മൾ ഓൾറെഡി 2000 ഫോർ ഒരു വർഷത്തേക്ക് 2000 രൂപയാണ് ഫീസ് ചാർജ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി വളരെ അഫോർഡബിൾ ആയിട്ട് വെച്ച് തന്നെ എല്ലാവർക്കും, സാധാരണക്കാർക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി തന്നെയാണ്. സോ അത് ഡെഫിനറ്റ്ലി ഇതിൽ കാണുന്ന നമ്പറിൽ എല്ലാ ആഴ്ചയും നമുക്ക് ക്ലാസ് ഉണ്ടാവും. എല്ലാ ആഴ്ചയും ഇതിൽ കാണുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ വളരെ ചെറുതായിട്ടല്ലേ പറഞ്ഞു പോകുന്നത്. ഇതിലുള്ള മാത്രമല്ല, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, PIB മാഗസീൻസിലൊക്കെ ഉള്ള ഫേമസ് ആയിട്ടുള്ള ടോപ്പിക് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ആക്ച്വലി എൻറോൾ ഫോർ ദാറ്റ് ബാച്ച് ഓൾസോ ഇഫ് യു വാണ്ട്. നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്ത് അവർ ക്ലാസിൻ്റെ ലിങ്ക് അയച്ചു തരും. സോ ബാക്കിയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇത്രയെങ്കിലും നിങ്ങൾ കാണണം എന്തായാലും. Okay, thank you so much. Take care. Keep listening. IS Factor, and I am Arjun R. Shankar.